അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ എൻ്റെ കർത്താവ്, ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, കർത്താവ്, ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്ന വ്യക്തികൾ, ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോംവഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ, സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ, നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ. സഞ്ചാരിക മാതാവ്, സമയത്തിനധികമായ പരിശുദ്ധ അമ്മ കൃപാസന മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ. നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, നിങ്ങൾ സംസാരിച്ച ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ മറുപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ
കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുറഞ്ഞ കാലം കൊണ്ട് ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ദൈവാനുഭവ സാക്ഷ്യങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യം എന്താണ്? ഉടമ്പടി കവനന്റ് ഈസ് എ സ്മാർട്ട് സ്പിരിച്വാലിറ്റിയാണ്. ഒരു സ്മാർട്ട് സ്പിരിച്വാലിറ്റിയാണ് ഇന്നത്തെ. ഈ സ്മാർട്ട് സ്പിരിച്വാലിറ്റിക്ക് 3 ഘടകങ്ങളുണ്ടാകും. അല്ലെങ്കിൽ സ്മാർട്ട്നെസ്സിന് 3 ഘടകങ്ങളുണ്ടല്ലോ. എന്തൊക്കെയാണ്? എക്സ്പെർട്ടൈസേഷൻ, പിന്നെ പ്രൊഫഷണലിസം, പിന്നെ സ്മാർട്ട്നെസ്. അതിൻ്റെ അത് എക്സ്പെർട്ട് എന്ന് പറയുമ്പോൾ പ്രാവീണ്യം അല്ലേ? അതിൻ്റെ അകത്തൊരു ടെക്നിക്കലായിട്ടുള്ള പോയിന്റിൽ നമ്മൾ ഒരു പ്രാവീണ്യം നേടണം. അപ്പോൾ അതിൻ്റെ അകത്ത് ടെക്നിക്കൽ പോയിന്റ് എന്താണ്? ഉടമ്പടിയിലുള്ള ടെക്നിക്കൽ പോയിന്റ് വെച്ചാൽ മൊത്തം നോക്കുമ്പോൾ ദൈവമായിട്ടുള്ള ഉടമ്പടി മാതാവിൻ്റെ മധ്യസ്ഥത നമ്മൾ ജീവിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടി വരുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? ആദ്യത്തെ, ദൈവമായിട്ടാണ് നമ്മൾ ഒരു ജീവിതം തുടങ്ങുന്ന കാരണം നമ്മുടെ ഭാഗത്തുനിന്ന് ഫസ്റ്റായിട്ട് വരണത് അനുതാപമായിരിക്കും അല്ലേ? അനുതാപം. ഇതിൻ്റെ എക്സ്പെർട്ടൈസേഷനിൽ വരണത് ഫസ്റ്റ് പോയിന്റിൽ അനുതാപമാണ്. ഈ കാര്യം എന്ന് വെച്ചാൽ സ്പിരിച്വാലിറ്റി എന്ന് പറയണത് വിശ്വാസമാണല്ലോ എൻ്റെ ബേസ്മെന്റ്. പക്ഷെ സുവിശേഷത്തിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത് വിശ്വസിക്കുക, അനുദപിക്കുക എന്നുള്ളതല്ല. പിന്നെന്താണ്? മർക്കോസിന്റെ 1:15 എടുത്തേ. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അതാണ് വിഷയം. അപ്പൊ സുവിശേഷത്തിൽ വിശ്വസിച്ച് അനുദപിക്കുവാൻ നല്ല സംഭവം. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അത് കാരണം ഞാൻ പണ്ട് തുമ്പോളിലായിരിക്കും. തുമ്പോളി നമ്മൾ പള്ളിയുണ്ടേ, മാതാവിൻ്റെ പള്ളിയാണ്. അപ്പോൾ അവിടെ അസ്റ്റേന്ത്യയായിട്ട് കുറേ നാൾ വർക്ക് ചെയ്ത്. അപ്പോൾ അവിടെ ഞങ്ങൾ ഒരു ധ്യാനം നടത്തി, ഈ കാരിസ്മവിൻ്റെ. അപ്പോൾ ആ ധ്യാനം നടത്തിയ സമയത്ത് എല്ലാ വീടുകളിലും നടന്ന്, അതുപോലെ തന്നെ നാടുകളിലും നടന്ന്, കുട്ടനാടും ബോട്ടിലൊക്കെ പോയി പിള്ളേരെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ച്, ബോട്ടിൻ്റെ മുകളിൽ നിന്ന് കായലിൽ ഡാൻസൊക്കെ കളിപ്പിച്ച്, നല്ല ആൾക്കാരെല്ലാം കടവിൽ കൂട്ടി അവിടെ നിന്ന് ക്രിസ്തുവിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ക്രിസ്തുവിനെ അറിയാഞ്ഞിട്ടല്ലേ, എല്ലാവരും അറിയാവുന്നവരാണ്. പക്ഷേ ക്രിസ്തുവിനെ അറിയാവുന്നതും അനുതാപ ജീവിതവും രണ്ടും രണ്ടാണ്. സത്യസന്ധമായിട്ട് അറിയാവുന്നവർ ആദ്യം അവർക്കുണ്ടാകുന്നത് അനുതാപമാണ്. അപ്പം അതിനുവേണ്ടി ആണ് ഈ ഇതെല്ലാം നടത്തുന്നത്. അപ്പോൾ ധ്യാനത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ഇടവകയിലോ എല്ലാ വീടുകളിലും പോയി മാസങ്ങളോളം മധ്യസ്ഥ പ്രാർത്ഥന നടത്തി 92 ചെയ്ത പരിപാടിയാണ്. പിന്നെ കടലോരത്തെല്ലാം പോയി അവിടെയുള്ള എല്ലാവരും കടപ്പുറത്ത് വിളിച്ചു കൂട്ടി അവർക്ക് അനുതാപ ശുശ്രൂഷ നടത്തി. അല്ല, എന്ത് കഴിഞ്ഞാൽ അവസാനം ഈ ജനുവരി 15-ാം തീയതി ധ്യാനത്തിലേക്ക് ആൾക്കാർ വരുന്ന മുമ്പ് തന്നെ 3 ദിവസം മുമ്പ് തന്നെ പള്ളി കുമ്പസാരം തുടങ്ങി. എന്താ, ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. അത് എന്നെ എപ്പോഴും എന്നെ അല്ലാതെ ചിന്തിച്ചൊരു വിഷയമാണ്. ധ്യാനം തുടങ്ങിയിട്ടില്ലേ? ധ്യാനം 15-ാം തീയതി അല്ലെങ്കിൽ 12-ാം തീയതി ആൾക്കാർ കുമ്പസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ആദ്യം അനുതാപമാണ്. ശരിക്കും പറഞ്ഞാൽ സുവിശേഷം നിങ്ങൾ വായിക്കുന്ന മുമ്പില്ലേ, ഇപ്പം അരമണിക്കൂർ സുവിശേഷം വായിക്കൂലേ നമ്മൾ. സുവിശേഷം വായിക്കണ മുമ്പ് തന്നെ എൻ്റെ മക്കൾ കുറച്ച് നേരം വെറുതെ എടുത്ത് വായിക്കരുത്. പിന്നെന്ത് ചെയ്യണം? ഇത് വായിക്കാനുള്ള യോഗ്യത നേടാൻ വേണ്ടി കുറച്ച് നേരം കുമ്പസാരത്തിന് ജപമൊക്കെ ചൊല്ലി, അതിനുശേഷം നമ്മുടെ മനസ്സ് എവിടെയെങ്കിലും ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് മാപ്പ് ചോദിച്ചു,
ഒരു മനസ്താപകരണം ചൊല്ലിയിട്ട് വേണം സുവിശേഷം വായിക്കാൻ. അതാണ് എൻ്റെ കടന, എൻ്റെ എക്സ്പെക്ടേഷൻ അതാണ്. അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പഠിച്ച് നോക്കി. സൂപ്പറായിരിക്കും. എൻ്റെ പേര് റീനു. ഞാൻ അങ്കമാലിക്കടുത്ത് മറ്റൊരു സെൻറ്റ് ആനീസ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ കൃപാസനത്തെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത് യൂട്യൂബിലെ ഒരു 9 മാസമുള്ള കുട്ടിയുടെ രോഗസൗഖ്യം കണ്ടുകൊണ്ടാണ്. അതിനുശേഷം എൻ്റെ ഒരു ഫ്രണ്ട്, ജിൻസി എന്ന് പറഞ്ഞൊരു ഫ്രണ്ട്, ദുബായിൽ വർക്ക് ചെയ്യുന്നതാണ്. ആൾ കൃപാസനത്തിൻ്റെ പേജസ് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നത് കണ്ടിട്ട് ആളോട് ചോദിച്ചാണ് കൂടുതൽ കൃപാസനം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതിനുശേഷം കൃപാസനത്തിൽ ക്യാൻഡിൽ പ്രയേഴ്സ് ഇടുകയും റിട്രീറ്റ് കൂടുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 2020 ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അത് കഴിഞ്ഞ് ഇതുപോലെ ക്യാൻഡിൽ പ്രയേഴ്സും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. 2023 ഏപ്രിലാണ് തീർത്ഥാടന ഉടമ്പടിയായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് 2 ആഴ്ച മുമ്പ് എനിക്കുണ്ടായ അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലിനെ കുറിച്ചാണ്. ജനുവരി 4, 2026 രാത്രി 12 മണിക്ക് ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന കാറ് അങ്കമാലിക്കടുത്ത് വേങ്ങൂർ എന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരു ടൂറിസ്റ്റ് ബസ്സുമായി ഇടിക്കുകയും കാറ് തകരുകയും ഞങ്ങൾ 6 പേരാണ് അതിലുണ്ടായിരുന്നത്. ഞാനും ഹസ്ബൻഡും എൻ്റെ 3 മക്കളും ഹസ്ബൻഡിൻ്റെ അമ്മയാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും രാത്രി ആയതുകൊണ്ട് ചെറിയൊരു മയക്കത്തിലായിരുന്നു. 11:51 വരെ ഞാൻ കണ്ണു തുറന്നിരുന്നതാണ്. അതിനുശേഷം ഹസ്ബൻഡ് പതിവില്ലാത്ത പോലെ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ സീറ്റൊന്ന് ഇറക്കിയിട്ട് കണ്ണടച്ച് കുറച്ച് നേരം കിടന്നോളാൻ പറഞ്ഞു. ഞാൻ ആദ്യം ഇങ്ങനെ ഇരുന്നുവെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സീറ്റ് ഇറക്കിയിട്ട് ഞാൻ കണ്ണടച്ചു. ഇൻഡിക്കേറ്റർ ഇടുന്ന സൗണ്ട് കേട്ടായിരുന്നു. അതിനുശേഷം എന്താ പെട്ടെന്ന് എനിക്ക് സംഭവിച്ചതെന്ന് അറിയില്ല. മാതാവ് എന്നെ മയക്കിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഞാൻ എഴുന്നേൽക്കുന്നത് അതിഭയാനകമായൊരു സ്ഫോടന സൗണ്ട് കേട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ ഈ ബസ് വന്നിട്ട് ഫ്രണ്ടിൽ പാഞ്ഞു വന്ന് ഇടിക്കണതാണ് ഞാൻ കണ്ടേ. ഒരു മല പോലെ എന്തോ വന്ന് ഫ്രണ്ടിൽ നിൽക്കണതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ സമയത്ത് ഞാൻ ഹസ്ബൻഡിനോട് എപ്പോഴും ഞാൻ പറയാറ് കാറിൽ കയറുമ്പോൾ ചൈൽഡ് ലോക്ക് ഇടണമെന്ന്. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് ഞാൻ അന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ മാതാവേ എന്ന് പറഞ്ഞ് വിളിക്കാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ. ഞാൻ അതിഭയങ്കരമായിട്ട് ഉച്ചത്തിൽ എൻ്റെ മാതാവേ എന്ന് വിളിച്ച് കരഞ്ഞപേക്ഷിച്ചു. ആ സമയത്ത് മാതാവ് അവിടെ ഇറങ്ങി വന്നു. ഞങ്ങൾക്ക് ആർക്കും ഒരു പോറൽ പോലും ഉണ്ടായില്ല. ആ വണ്ടി കിടക്കണ കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ ഒരു പോറൽ പോലും, ഒരു തുള്ളി ചോര പൊടിയാതെ ഇറങ്ങാൻ സാധിച്ചു എന്ന് അവിടെ കണ്ടു നിന്ന് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും LF ഹോസ്പിറ്റലിലേക്ക് പോയി. എനിക്ക് ചെസ്റ്റിൽ ചെറിയൊരു ഡിസ്കംഫർട്ട് ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് CT സ്കാനും ഒക്കെ എടുത്തു. എല്ലാവരും എന്നെ ഭയങ്കര അത്ഭുതത്തോടുകൂടി നോക്കണ കണ്ടു. ആരിൽ നിന്ന് സംസാരിക്കണേ കണ്ടു. ഇത് കണ്ടപ്പോൾ എനിക്ക് എന്താണാവോ എന്തോ ഒരു പന്തികേട് ഫീൽ ചെയ്തായിരുന്നു. അതിനുശേഷം എൻ്റെ ഈ മോൾക്ക് എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പോൾ നട്ടലിന് പൊട്ടലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് ആ ബെഡിൽ കിടന്നിട്ട് എൻ്റെ ഉടമ്പടി കാശുരൂപം കയ്യിലെപ്പോഴും കഴുത്തിലെപ്പോഴും ഉണ്ടാകും. ആ കാശുരൂപം പിടിച്ച് ഞാൻ മാതാവിനോട് വിളിച്ചപേക്ഷിച്ചു, ഒന്നും തന്നെ ഉണ്ടാവരുതേ മാതാവേന്ന്. അവർ കൺഫർമേഷന് വേണ്ടിയിട്ട് CT സ്കാന് കൊച്ചിനെ കൊണ്ടുപോയി. CT സ്കാൻ്റെ റിസൾട്ട് വന്നപ്പോൾ എക്സ്റേയിൽ കണ്ട ആ ഒരു പൊട്ടൽ അവിടെ ഇല്ല. അങ്ങനെ മാതാവ് അനുഗ്രഹിച്ചു. അതിന് ശേഷം നെക്സ്റ്റ് ഡേ ഒത്തിരി പേര് വീട്ടിൽ വന്നു, ഒത്തിരി ആൾക്കാരുകൾ വന്നു നമ്മളെ കാണാനായിട്ട്. ആ സമയത്ത് എല്ലാവരും വളരെ അത്ഭുതമായിട്ടാണ് എന്നെ നോക്കണത്. ഞാനപ്പോൾ ഇത് എന്താണാവൂന്ന് വിചാരിച്ചു. അപ്പം ഞാനങ്ങനെ കാറിൻ്റെ ഫോട്ടോസ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയാം, നീ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഒന്ന് നോക്ക് എന്ന്. അങ്ങനെ ഞാൻ ഫോട്ടോ എടുത്തവരുടെ അടുത്തുനിന്ന് ഫോട്ടോ ചോദിച്ചു വാങ്ങിച്ചു. അങ്ങനെ വാങ്ങിച്ച് കഴിയുമ്പോഴാണ് ഞാൻ കാണണത് വെറുതെ എല്ലാവരും എന്നെ അത്ഭുതത്തോടു കൂടി നോക്കിയതെന്ന്. ഞാനിരുന്ന ആ സൈഡാണ് തകർന്നു പോയേക്കണേ. എൻ്റെ ആ സൈഡ് ഡോറില്ല. എനിക്കറിഞ്ഞൂടാ ഞാൻ എങ്ങനെ അതിൽ ഒരനക്കവും തട്ടാണ്ടിരുന്നു എന്ന് എനിക്കറിഞ്ഞൂടാ. എൻ്റെ മാതാവും ഈശോ വന്ന് അവിടെ പിടിച്ചതാണ്. ഞങ്ങളുടെ ആരുടെയും ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി, എൻ്റെ ബോഡി ഫുൾ ചില്ലായിരുന്നു, ഒരു തുള്ളി ചോര പോലും പൊടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല.
ഹസ്ബൻഡിൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ 2 ഡ്രോപ്പ് ബ്ലഡ് തെറിച്ചതായിട്ട് കണ്ടായിരുന്നു. അപ്പം ഹസ്ബൻഡും അന്വേഷിച്ച് കിടക്കായിരുന്നു ഇതെവിടെ നിന്ന് ബ്ലഡ് വന്നു എന്ന്. എങ്കും ആരുടെ മേത്തും ബ്ലഡില്ല. ഞാൻ ഇന്ന് ഉറച്ച് വിശ്വസിക്കുന്നു, ഞാനിവിടെ നവംബർ 5-ാം തീയതി ഉടമ്പടി പുതുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ 6 നിയോഗങ്ങളും എഴുതി കുറേ നേരം വെറുതെ ഇരുന്നു. 512ാമത്തെ ടോക്കണായിരുന്നു കിട്ടിയത്. ആ ലാസ്റ്റ് നിമിഷം 512 വിളിക്കണതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പ് ഞാൻ അതിൻ്റെ അടിയിൽ എഴുതി, അങ്ങേ തിരുക്കുമാരൻ്റെ തിരുരക്തത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധ അമ്മയുടെ നീലമേലങ്കിയുടെ സംരക്ഷണവും എനിക്കും എൻ്റെ കുടുംബത്തിനും ഉറപ്പാക്കണമെന്ന്. ആ ഒരു ഉറപ്പാണ് അവിടെ മാതാവ് ഞങ്ങൾക്ക് തന്നത്. ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു ആളുടെ ഷർട്ടിൽ കണ്ട ബ്ലഡ് ഈശോയുടെ തിരു രക്തമാണെന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുകയാണ്. അത് ഇന്നും എവിടെ നിന്നാന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടെ. ആരുടെ മേലും പൊട്ടിയിട്ടില്ല, ഒരു പോറലൂല, ആർക്കും ഒരു കുഴപ്പവുമില്ല. അതിന് ശേഷം ഞാൻ ഈ ഫോട്ടോസ് ഇരുന്ന് കാണുമ്പോൾ അതിൽ പരിശുദ്ധ അമ്മയുടെ ഒരു ചിത്രം തെളിഞ്ഞു വന്നതായിട്ട് കണ്ടു. ഞങ്ങളുടെ കാറിൽ അങ്ങനെ മാതാവിൻ്റെ ഒരു സ്റ്റിക്കറോ ഒന്നുമില്ല, പക്ഷേ പരിശുദ്ധ മാതാവിൻ്റെ ഒരു ചിത്രം അതിൽ തെളിഞ്ഞു വന്നിരുന്നു, ഒരു ഫേസും ഉണ്ടായിരുന്നു. ഇത് കണ്ട് ഒത്തിരി പേരുടെ വിശ്വാസം വർദ്ധിക്കാനിടയായി. അതിന് മാതാവ് ഞങ്ങളെ ഒത്തിരി അനുഗ്രഹിച്ചു. ഇതാണ് ആ ഫോട്ടോ. ഇത് എത്ര പേർക്ക് അത് ക്ലിയർ ആവേണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതുപോലെ ഒരു ഫേസ് ഉള്ള ഒരു ഫോട്ടോവും കൂടിയുണ്ട്. ഞാനിവിടെ സിസ്റ്ററെ കാണിച്ചായിരുന്നു. അതുപോലെ അടുത്തതായിട്ട് ഞാനിവിടെ കൃപാസനത്തിൽ വരുന്നത് വീട്ടിൽ ആരും അറിയാണ്ടാണ് ആദ്യമായിട്ട് ഇവിടെ വരണത്. അതിനുശേഷം എൻ്റെ ഈ മോൾക്ക് 1.5 വയസ്സുള്ളപ്പം പല്ലുകൾ പൊടിഞ്ഞു പോണ ഒരു അസുഖം ഉണ്ടായിരുന്നു. ഫ്രണ്ടിലെ 4 പല്ല് മരയിപ്പിക്കാതെ പച്ചക്കിട്ടിട്ട് അവളെ എൻ്റെ മടിയിൽ വെച്ച് റൂട്ട് കനാൽ ചെയ്യണത് ഞാൻ കണ്ടതാണ്. ആ സമയത്ത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അന്ന് ഞാൻ ഇവിടെ കൃപാസനത്തിൻ്റെ പടിക്ക് വന്ന് നിന്ന് ഞാൻ ഇവളെയും കൊണ്ട് വന്നിട്ട് ഞാൻ പറഞ്ഞത്, എൻ്റെ മാതാവി ഡോക്ടർ പറഞ്ഞത് എല്ലാ പല്ലിലേക്കും അത് സ്പ്രെഡാവുന്ന, മൂക്കിൻ്റെ അവിടേക്ക് ഇൻഫെക്ഷൻ കയറിയായിരുന്നു. ഇനി ഇതിലൊരു പല്ല് പോലും പൊടിഞ്ഞു പോകാൻ ഇടയാകരുതെന്ന്. അതുപോലെ തന്നെ ഞാൻ അന്ന് വന്നപ്പോൾ എങ്ങനെയാണ് അതുപോലെ സ്വിച്ചിട്ട പോലെ അതവിടെ നിന്നു. ഇപ്പം 8 വയസ്സാണ്. ഇന്ന് വരെ ഒരു പല്ലിനൊരു കേടോ ഒന്നും അടയ്ക്കാൻ പോകേണ്ട പോലും വന്നിട്ടില്ല. അത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ എൻ്റെ ഈ 2 മക്കൾ ട്വിൻസാണ്. ഇവർ 3 പേര് ഓരോ വയസ്സ് ഗ്യാപ്പുള്ളൂ. എനിക്ക് ആ സമയത്ത് ജോലിക്കൊക്കെ പോവാൻ പോസിബിൾ അല്ലായിരുന്നു. ഞാനപ്പോൾ എപ്പോഴും ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ പറയുമായിരുന്നു, എൻ്റെ മക്കളുടെ കാര്യം നോക്കിയിട്ട് ചെയ്യാൻ പറ്റണ ഒരു ജോലി എനിക്ക് മാതാവ് നൽകി അനുഗ്രഹിക്കണമെന്ന്. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് സ്കൂൾ ടീച്ചറായിട്ട് കിട്ടുകയും അങ്ങനെ ജോലി റെഡിയാവുകയും ചെയ്തു. പിന്നെ ഇതുപോലെ സ്റ്റിറോയിഡ്സിൻ്റെ ഉപയോഗം മൂലം എൻ്റെ പ്രൈവറ്റ് ഏരിയാസിൽ 2 വർഷത്തോളമായിട്ട് ഡോക്ടേഴ്സ് പോലും പല മെഡിസിൻസും തന്നിട്ട് ഹീലാവാണ്ട് ഭയങ്കര ചൊറിച്ചിൽ അലർജി ഉണ്ടായിരുന്നു. അത് പരിശുദ്ധ അമ്മ എടുത്ത് മാറ്റി, ഞാൻ പോലും അറിയാതെ അതെടുത്ത് മാറ്റി. അതുപോലെ ഓൺലൈൻ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഒരു ബാഗിൽ നിന്ന് മണ്ണ് മാറ്റായിരുന്നു ചെടി നടാനായിട്ട്. ആ സമയത്ത് എല്ലാ മണ്ണും ഞാൻ വാരി ലാസ്റ്റ് ഒരു കൈ മണ്ണ് മാത്രമേ ബാക്കി നിൽക്കേ. ഞാനത് കുനിഞ്ഞെടുക്കാൻ പോകുമ്പോൾ എൻ്റെ തലയ്ക്ക് എന്തോ ഒരു പ്രഷർ വന്നടിക്കണ പോലെ തോന്നി. ഞാനൊരു കാലും കൊണ്ട് ആ മണ്ണ് ചവിട്ടി. ഇപ്പം അതിൻ്റെ ഉള്ളിൽ ഒരു പഴയ ബാഗിൻ്റെ വള്ളി പോലെ എന്തോ ചുരുണ്ട് കിടക്കുന്നത് കണ്ടു. ഞാനത് എൻ്റെ കാലും കൊണ്ട് ഒരു ചവിട്ടി, പിന്നെയും ഒരു ചവിട്ടി. അത് രണ്ടാമത്തെ ചവിട്ടിലാണത് ഇഴഞ്ഞ് നീങ്ങണമെന്ന് ഞാൻ കണ്ടത്. അത് നമ്മുടെ ഇവിടെ 4 ഇനം വിഷമുള്ള പാമ്പുകളിൽ വെച്ച് ഏറ്റവും വിഷമുള്ള ശംഖുവരയൻ എന്ന ഇനത്തിൽപ്പെട്ട ഒരു പാമ്പായിരുന്നു. അത് ഒന്ന് തൊടുപോലും ചെയ്തില്ല. അന്ന് എൻ്റെ ഈ മോൾക്ക് 3.5 വയസ്സുള്ളൂ. കൊച്ചന്ന് പറയാം മാതാവിൻ്റെ രൂപത്തിലേക്ക് നോക്കിയിട്ട്, അമ്മയെ മാതാവിൻ്റെ കാലിൻ്റെ കീഴിൽ ഒരു പാമ്പിനെ ചവിട്ടി പിടിച്ചേക്കുന്ന കണ്ടോ, അതുപോലെയാണ് അമ്മ അവിടെ നിൽക്കണ കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് അവൾ പറഞ്ഞു. അതൊക്കെ മാതാവിൻ്റെ സംരക്ഷണം. ഞാൻ ഒരുപക്ഷെ എൻ്റെ കൈ കൊണ്ട് വാരിയെങ്കിൽ അതൊന്നും ആയിരിക്കില്ല. എൻ്റെ മാതാവാണ് അതങ്ങനെ ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയത്. അതുപോലെ ഒത്തിരി ചെറുതും വലുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് നടത്തി തന്നിട്ടുണ്ട്. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ടും കാരുണ്യ പ്രവർത്തികളായിട്ടും അനാഥാലയത്തിൽ ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണം കൊടുക്കാനുള്ള സംഭാവനകൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാനെപ്പോഴും പത്രം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അറിയുന്നവരിലേക്ക് മാത്രമേ ഞാൻ കൊടുക്കാൻ ശ്രമിക്കാറുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പം എനിക്കത്
എനിക്ക് പരിചയമില്ലാത്ത ഒത്തിരി പേരിലേക്ക്, പ്രത്യേകിച്ച് നോൺ കാത്തലിക് ആയിട്ടുള്ള ഒത്തിരി പേരിലേക്ക് അത് എത്തിക്കാൻ സാധിച്ചു. ഒരെണ്ണം പോലും ഇല്ലാതെ ഒക്കെ തീർന്നു പോയി, തികഞ്ഞില്ല എന്ന് പറയാം സത്യത്തിൽ. അതുപോലെ പ്രാർത്ഥനാ സഹായം വേണ്ടവർക്ക് അത് ചെയ്തു കൊടുക്കാറുണ്ട്. ഉടമ്പടി വസ്തുക്കൾ രോഗികളായിട്ടുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് പവിത എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടിന് ഗുരുതരമായ ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ വീട്ടിൽ ഉടമ്പടി വസ്തുക്കൾ കൊണ്ട് കൊടുക്കുകയും ആളിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതിൻ്റെ ഭാഗമായി രോഗസൗഖ്യം ഉണ്ടാവുകയും ചെയ്തു. ആളത് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നതാണ്. പിന്നെ അതുപോലെ എൻ്റെ സിസ്റ്ററിലോ ഓൾറെഡി ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയതാണ്. അങ്ങനെ ഒത്തിരി പേര് എന്നിലൂടെ കൃപാസനത്തിനെ പറ്റി പറയുവാനും ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കാനും ഒത്തിരി സാധിച്ചിട്ടുണ്ട്. പിന്നെ ബൈബിൾ അരമണിക്കൂർ ഒന്നും ഞാൻ ആദ്യം വായിക്കുന്നല്ലാതെ അരമണിക്കൂറൊന്നും ഇരുന്ന് വായിക്കാറുണ്ടായില്ല. ഇപ്പം കൃത്യമായിട്ട് അങ്ങനെ ഒരു അനുഗ്രഹം ഉടമ്പടിയിലൂടെ എനിക്ക് നൽകി. അതുപോലെ എൻ്റെ മക്കളെ ഞാനങ്ങനെ വചനമൊന്നും പഠിപ്പിക്കാറുണ്ടായില്ല. പക്ഷേ ഇപ്പം എനിക്ക് ഒത്തിരി വചനങ്ങൾ എന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും സ്കൂളിലേക്ക് പോകുമ്പോഴും വചനം ചൊല്ലിച്ചേട്ടാ ഞാൻ ഇറക്കാറുള്ളൂ. ഈ ആക്സിഡൻറ്റ് ഉണ്ടാവണം അന്നും ഞങ്ങൾ സങ്കീർത്തനം 17:8 എപ്പോഴും ചൊല്ലിച്ചേട്ടാ ഞാൻ ഇറക്കാറുള്ളൂ വരെ. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തുകൊള്ളണമേ, അങ്ങയുടെ ചിറകിഴിഞ്ഞെങ്കിൽ ഞങ്ങളെ മറക്കണമേ എന്ന വചനം ചൊല്ലിയിട്ടാണ് ഞങ്ങൾ അന്ന് അവിടെ നിന്ന് ഇറങ്ങിയത്. അതുപോലെ തന്നെ ഈശോ മാതാവും ഞങ്ങളെ ചേർത്ത് പിടിച്ചു. അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളും പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഈ ആൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിനും ഈശോയ്ക്കും മാതാവിനും 1000 കോടാനുകോടി നന്ദി പറയും. പ്രത്യക്ഷീകരണത്തിന് കാരണമാക്കിയതിന് എൻ്റെ ഈശോയിനോടും മാതാവിനോടും നന്ദി പറയുന്നു. എൻ്റെ പേര് ജോണിത്ത. ഞാൻ അബുദാബിയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ സെയിൻറ്റ് പോൾസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഉടമ്പടിനെ പറ്റി എനിക്ക് എൻ്റെ മമ്മി വഴിയാണ് അറിയാൻ പറ്റുന്നത്. കൃപാസനെ പറ്റിയും ഞാൻ 2024 എൻ്റെ ജോലിയിൽ വന്ന കുറച്ച് സ്ട്രെസ്സും പ്രഷറും കാരണമാണ് ഞാൻ ഉടമ്പടിയിലേക്ക് അല്ലെങ്കിൽ കൃപാസനത്തിനെ പറ്റി കൂടുതൽ അറിയാനും അതിലേക്ക് വരുവാനും കാരണമായത്. ഓഗസ്റ്റ് 2024 ഞാൻ ഇവിടെ വന്നിരുന്നു. എൻ്റെ മമ്മിയുടെ നിർബന്ധ കാരണം മാത്രം ഞാനിവിടെ വന്നു. ഒത്തിരി നാളായിരുന്നു ഞാൻ കുമ്പസാരിച്ചിട്ട്. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ കുമ്പസാരിച്ചു. ഇവിടെ വന്ന് ഇറങ്ങുമ്പം എനിക്ക് ഭയങ്കര ഒരു സമാധാനവും ആശ്വാസവും ഒക്കെ എനിക്ക് കിട്ടിയിരുന്നു. അങ്ങനെ ഞാൻ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോയി. സെപ്റ്റംബർ തൊട്ട് എനിക്ക് ആ സെയിം സ്ട്രെസ് ലെവല്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്യൂ. അങ്ങനെ ഞാൻ ഒക്ടോബർ 2024 20th ഓൺലൈൻ ഉടമ്പടി എടുത്തു. എനിക്ക് ഉറങ്ങാൻ വേണ്ടിയായിരുന്നു ഞാൻ ആ ഉടമ്പടി എടുത്തിരുന്നത് മെയിൻലി. അങ്ങനെ 2024 ഒക്ടോബർ 21 ഒരേ ഒരു ദിവസം കൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റി. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം. അത് ഇന്ന് വരെ എനിക്ക് ഉറങ്ങാൻ ഒരു ബുദ്ധിമുട്ട്, എനിക്ക് മരുന്നെടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പം എനിക്കെങ്ങനെയെങ്കിലും എൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് ജോബ് ഒന്ന് മാറണം. ബിക്കോസ് എനിക്ക് ആ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ മാനേജർ എനിക്ക് തരുന്ന ആ ഒരു സ്ട്രെസ് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നമുക്ക് എന്തുകൊണ്ട് ലൊക്കേഷനെ പറ്റി ചിന്തിച്ചുകൂടാ, ഒരു മൈഗ്രേഷനെ പറ്റി ചിന്തിച്ചുകൂടാ. അങ്ങനെ ഇരിക്കെ നമ്മൾ ഓർത്തു എന്നാൽ ഓസ്ട്രേലിയ നോക്കാം എന്നിങ്ങനെ വിചാരിച്ചു. അങ്ങനെ അതിന് ക്യാപ്സ് എക്സാം എഴുതണം. അത് ക്ലിയർ ചെയ്യണമെങ്കിൽ നല്ല പാടാണ്. അതിനെപ്പോലെ ഞാൻ ഒത്തിരി നാളായി കോളേജെല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് പഠിക്കാനുള്ള ഒരു ഇതുമില്ല. അത് ഹാൻഡിൽ ചെയ്യേണ്ട എങ്ങനെയാണെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ ഒരു തവണ എഴുതി. അത് ഞാൻ ഉടമ്പടിക്ക് മുമ്പാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പാണ് ഞാൻ ആ എക്സാം എഴുതിയത്. അപ്പോൾ എൻ്റെ മമ്മി പറഞ്ഞു, ഒന്ന് കൃപാസന മാതാവിനോടൊന്ന് പ്രാർത്ഥിക്കുക. പക്ഷെ ഞാനത് അങ്ങനെ വലിയ കാര്യമാക്കിയില്ല. ആ എക്സാം ഞാൻ നന്നായിട്ട് അവിടെ പോയി എഴുതി. പക്ഷേ ഞാനത് ഫെയിൽ ആവുകയും ചെയ്തു. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി 20th ഒക്ടോബർ 2024 എടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഡേറ്റ് കിട്ടി ക്യാപ്സ് എക്സാം എഴുതാൻ. അവിടെ ഞാൻ ചെന്നു, എക്സാം എഴുതാൻ ഇരുന്നു. സെയിം പ്രിപ്പറേഷൻ, വലുതായിട്ടൊന്നും എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ അറിയത്തില്ല, അങ്ങനെ ഓർമ്മയിൽ ഇരിക്കത്തില്ല. അതാണ് ഇഷ്യൂ. അങ്ങനെ എക്സാമിനവിടെ പോയി ഇരുന്നു. ഉടമ്പടി ഉപ്പും തൈലവും ഒക്കെ മമ്മി കാശിരൂപം തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അത് ഞാൻ മുറുക്കെ പിടിച്ച് ഞാൻ എക്സാം എഴുതാൻ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ആ എക്സാമിനെ കണ്ടപ്പോൾ എനിക്ക് ഒന്നും ഓർമ്മ കിട്ടുന്നില്ലായിരുന്നു. ഞാൻ ഓർത്തു, ഇനി ഇത് പോയി കഴിഞ്ഞാൽ
ഇനി സിലബസ് മാറുകയാണ്, ഇനി ഞാൻ എന്താ ചെയ്യുക, ഇത് എൻ്റെ ലാസ്റ്റ് ചാൻസാണ്. ബിക്കോസ് എനിക്ക് എങ്ങനെയായാലും എനിക്കിവിടെ ഇനി വർക്ക് ചെയ്യണ്ട. അപ്പം എൻ്റെ ഒരു ഓപ്ഷനാണിത്. അപ്പം ഞാൻ മാതാവിൻ്റെ കാശിരൂപം മുറുക്കെ പിടിച്ചിട്ട് പറഞ്ഞു, മാതാവേ എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ഈ എക്സാം ഒന്ന് ജയിപ്പിക്കണം, എനിക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്നും അറിഞ്ഞുകൂടാ, അതെല്ലാം എനിക്ക് ആൻസർ ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്ക്രീനിലോട്ട് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ഇങ്ങനെ ഒന്ന് എനിക്ക് തോന്നി, മാതാവിനെ എനിക്ക് ആ സ്ക്രീനിൽ കണ്ടതുപോലെ തോന്നി. എന്നിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഒരു കൂൾ ഇഫക്റ്റ് എൻ്റെ ബോഡിയിൽ വന്നു. പിന്നെ ഞാൻ എന്താ എഴുതിയതെന്ന് എനിക്ക് ഒരു ഓർമ്മയില്ല. ഞാൻ എഴുതി. എക്സാം കഴിഞ്ഞു. ടഫാണോ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ 10 ദിവസം എടുക്കും റിസൾട്ട് വരാൻ. ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം എൻ്റെ മനസ്സിൽ തോന്നിച്ചു, ഞാൻ എന്തായാലും സ്ക്രീനിൽ മാതാവിനെ കണ്ടതല്ലേ, അപ്പം എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പം എനിക്കത് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട വരത്തില്ല എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ റിസൾട്ട് വന്നപ്പോൾ പാസ്സായി. അത് കഴിഞ്ഞ് എനിക്കൊരു ഉറപ്പ് വന്ന പോലെയായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ എന്ത് ചോദിച്ചാലും എൻ്റെ മാതാവ് എനിക്ക് തരും. അല്ലെങ്കിൽ എനിക്കെൻ്റെ ആ സ്ട്രെസ് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പോയി. ഞാൻ എളുപ്പം എന്തെങ്കിലും വന്നാലും പാനിക്കാവുന്ന വ്യക്തിയാണ്. അപ്പം അതെൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പോയി. അങ്ങനെ ഞാൻ OET പാസ്സായി. അതിൻ്റെ കൂടെ എനിക്ക് എൻ്റെ ജോലി സ്ഥലത്ത് ആ സ്ട്രെസ്സ് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. പക്ഷേ ഇപ്രാവശ്യം ഒരു വ്യത്യാസമുണ്ട്. എന്നാന്ന് വെച്ചാൽ എന്ത് സ്ട്രെസ് വന്നാലും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ തന്നെ എനിക്കതങ്ങ് അല്ലാതായി പോകുന്നുണ്ട്. അപ്പോൾ അതെനിക്കൊരു കോൺഫിഡൻസായി. അങ്ങനെ ഞാൻ ഓസ്ട്രേലിയയാണ് നമ്മൾ വിചാരിച്ചു, ഇങ്ങനെ ഇരുന്നു. പക്ഷേ എന്തോ അവിടെ ഇപ്പം ഭയങ്കര സാച്ചുറേറ്റഡ് ആണ് അവിടുത്തെ ജോബ്സൊക്കെ. അതുകൊണ്ട് തന്നെ ഏജൻറ്റ് പറഞ്ഞു നമുക്ക് ന്യൂസിലാൻഡ് നോക്കാം. അപ്പം പേപ്പർ പ്രോസസ്സിങ് എല്ലാം തുടങ്ങി. അങ്ങനെ ഞാൻ ഓഗസ്റ്റിൽ പിന്നെയും വെക്കേഷന് നാട്ടിൽ വന്നു. ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഓഗസ്റ്റ് 23rd 2025 എടുത്തു. അത് എടുത്തു ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു. ഇൻ്റർവ്യൂ പാസ്സായി. അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ലോ എക്സാംസ് ചെയ്യാനുണ്ടായിരുന്നു. അത് ഞാൻ അതും എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. എന്നാൽ പോലും അത് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവിനോട് പൂർണ്ണമായി ഞാൻ സമർപ്പിച്ചു എൻ്റെ എല്ലാം. അങ്ങനെ ഞാൻ അതും പാസ്സായി. അങ്ങനെ ജോബ് ഓഫർ കിട്ടി. അങ്ങനെ എനിക്ക് ഡിസംബർ 2025 24th ക്രിസ്മസിൻ്റെ ഒരു ദിവസം മുൻപ് എനിക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് പോലെ അത് എനിക്ക് എൻ്റെ വിസയും കഴിഞ്ഞു. ഒരു വർഷം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ. ഞങ്ങൾ അങ്ങനെ വലുതായിട്ട് ഡെയിലി പ്രേയേഴ്സ് ഒന്നും ചെയ്യലില്ല. ബിക്കോസ് ഞങ്ങളെല്ലാവരും ബിസിയാണ്. പിള്ളേർ വീട്ടിലുള്ള സമയത്ത് ഞങ്ങൾ വീട്ടിലില്ല. ഞങ്ങളെല്ലാവരും വർക്കിലാണ്, ഡിഫറെൻറ്റ് ഷിഫ്റ്റ്സിലും. പക്ഷേ ഞങ്ങൾ റോസറി ചെയ്യാതെ ഒരു ദിവസം പോലും കിടക്കില്ല. എല്ലാ ദിവസവും ഞങ്ങൾ അതൊരു പിള്ളേരായാലും അതൊരു പോയിൻ്റ് ആക്കി എല്ലാ ദിവസവും ഞങ്ങൾ പ്രെയർ ചെല്ലാതെ കിടക്കില്ല. മാസിന് കുർബാനയ്ക്ക് എല്ലാ ദിവസമൊന്നും അങ്ങനെ എല്ലാ ആഴ്ചയിൽ പോലും പോകത്തില്ലായിരുന്നു, ബിസി ആയതുകൊണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അതിന് സമയം കണ്ടെത്തി അതിന് അത് പോയില്ലെങ്കിൽ ഒരു വലിയ സങ്കടം. അങ്ങനെ ഒരു ഡിസിപ്ലിൻ ലൈഫിൽ വന്നു. ഇപ്പം ഞങ്ങൾ ഫെബ്രുവരിയിൽ ഞങ്ങൾ കുടുംബസമേതം ഞങ്ങൾ ന്യൂസിലാൻഡിലേക്ക് ജോലിയുമായി പോകാൻ തയ്യാറെടുക്കുന്നു. ഇതല്ലാതെ മോന് കുറേ വർഷങ്ങളായിട്ട് അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു. ഒരു മേ ബി 4 to 6 years ആയിട്ട് എന്നും രാവിലെ എഴുന്നേച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തുമ്മും. ഒരു മേ ബി ½ an hour തുമ്മിയാണ് ആൾ സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ. അപ്പം ഒരു ദിവസം എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു, നമ്മുടെ കയ്യിൽ ഉടമ്പടി തൈലമുണ്ടല്ലോ, ഒന്ന് അവൻ്റെ മൂക്കിലൊന്ന് വെച്ചിട്ട് അവനോടും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ജസ്റ്റ് ഒന്ന് തേച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ 2-3 ദിവസം ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾക്ക് ഇപ്പം കഴിഞ്ഞ 2 മാസമായിട്ട് അവനൊരു തുമ്മലുമില്ല. അവന് ഒരു ഇച്ചിരി പോലും അലർജിയുടെ ഒരു സിംറ്റം പോലും കാണുന്നില്ല. ഉടമ്പടി ഞങ്ങളുടെ ലൈഫിലൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കി. ഇനിയും ഞങ്ങൾക്ക് ഉടമ്പടിയിൽ ഞങ്ങളുടെ കുടുംബം അവസാനം വരെ ജീവിക്കുവാനുള്ള പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. പ്രേക്ഷക പ്രവർത്തനം ഞങ്ങൾ ഇവിടുന്ന് പത്രം മേടിച്ചിരുന്നു. അത് ഞങ്ങളുടെ അവിടുത്തെ പള്ളിയിലൊക്കെ കൊടുക്കുമായിരുന്നു. പ്ലസ്
ഞാൻ കൂടുതൽ ചെയ്തിരുന്നത് എന്ന് വെച്ചാൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ എൻ്റെ ലൈഫിൽ എന്തൊക്കെ മാറ്റമാണ് പ്രാർത്ഥന കാരണം, അല്ലെങ്കിൽ ഞാനിവിടെ വന്നതിന് ശേഷം എന്നിലുള്ള മാറ്റം കണ്ട് അവർ തന്നെ എന്നോട് പറഞ്ഞു, എൻ്റെ പ്രേയേഴ്സ് കാരണമാണ് ഞാൻ ഈ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂസ്, എനിക്ക് എന്ത് ഇഷ്യൂ വന്നാലും അതെന്നെ തൊടാതെ പോകുന്നതിൻ്റെ കാരണം അവർക്ക് തന്നെ മനസ്സിലായി. അപ്പോൾ അവർക്കും അതൊരു പ്രാർത്ഥിക്കണം. പിന്നെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ, എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ആരെങ്കിലോട് ഞാൻ ഇങ്ങനെ ഒരു ഇതുണ്ട്, ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയറിൽ വഴി പ്രാർത്ഥിച്ചാൽ ഇത് കിട്ടും. അവരത് വിശ്വസിക്കാൻ തുടങ്ങി. ബിക്കോസ് എൻ്റെ ജീവിതത്തിലുള്ള ഓരോരോ മാറ്റങ്ങൾ കാരണം. പിന്നെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി മാറ്റിയതിന് മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് സരിത, എൻ്റെ ഭർത്താവ് ശൈലേഷ്, മകൾ സരിത, മകൾ ഐശ്വര്യ, മോഹൻ അഭിഷേക്, എൻ്റെ സഹോദരൻ സജീവ്. ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ഞാനൊരു കടയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ചേച്ചി മുഖേനയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചത്. ചേച്ചി ഓരോ സാക്ഷ്യങ്ങളും പ്രാർത്ഥനകളും ഇട്ട് തന്ന് അങ്ങനെ കൃപാസനത്തിനെ കുറിച്ച് എനിക്ക് ആ ചേച്ചിയിലൂടെയാണ് അറിയാൻ പറ്റിയത്. ഞാൻ ഇവിടെ വന്ന് ഓഗസ്റ്റ് 23, 2024 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ സാക്ഷ്യം എൻ്റെ മകളുടെയാണ്. എൻ്റെ മകൾ ഐശ്വര്യ +2 പഠിക്കുന്ന സമയത്ത് ഇച്ചിരി ഉഴപ്പിലായിരുന്നു ആൾ. മര്യാദയ്ക്ക് പഠിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവളുടെ ഈ പഠിത്തത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം കൊണ്ട് നമുക്ക് 1-2 സ്കൂളുകളൊക്കെ മാറ്റേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്ട്രീം വേറൊരു സ്കൂളിലേക്ക് മാറുമ്പോൾ സ്ട്രീം ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ ആനുവൽ എക്സാം സമയത്ത് സാധാരണ എല്ലാ പിള്ളേരും പരീക്ഷ എഴുതുന്നതിൻ്റെ ഒപ്പം അവൾക്ക് എഴുതാൻ പറ്റത്തില്ല. സ്ട്രീം ചേഞ്ച് ആയതുകൊണ്ട് പരീക്ഷ എഴുതും പോലെ അവൾക്ക് എഴുതാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടിലായി. എന്താ വെച്ചാൽ റിസൾട്ട് വരുമ്പോൾ മകൾ, എല്ലാവരും +2 റിസൾട്ട് വരുമ്പോൾ മകൾ ഫെയിലായി എന്നുള്ളതല്ലേ ദൈവമേ ഞങ്ങൾക്ക് പറയേണ്ട ഒരു അവസരം വരുന്നതെന്ന് ഓർത്ത്. പക്ഷേ ദൈവമാതാവിൻ്റെ കൃപ കൊണ്ട് പരീക്ഷ പബ്ലിക് എക്സാമിൻ്റെ ഒരാഴ്ച മുന്നേ തന്നെ ഇവൾക്ക് മെയിൽ വന്നു സ്കൂളിലോട്ട്, ഐശ്വര്യയ്ക്ക് പരീക്ഷ എഴുതാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാ പിള്ളേരുടെ ഒപ്പം മോൾക്ക് സ്ട്രീം ചേഞ്ച് ആയാലും പരീക്ഷ എഴുതാനുള്ള ഒരു അനുഗ്രഹം അമ്മ മാതാവ് നൽകി അനുഗ്രഹിച്ചു. പിന്നെ രണ്ടാമതായിട്ട് മോളുടെ തന്നെയാണ്. അവളുടെ റിസൾട്ട് പരീക്ഷയുടെ ദിവസം ആൾ ഇവിടുന്ന് അച്ഛൻ്റെ ധ്യാനത്തിൽ പറയുന്നുണ്ടായിരുന്നു, റിസൾട്ട് മാതാവിൻ്റെ കൃപ കൊണ്ട് റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികൾക്ക് നല്ലൊരു മാർക്കോട് കൂടി പാസ്സാവാനുള്ള അനുഗ്രഹം മാതാവ് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അന്നത്തെ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ രാവിലത്തെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു 7:45 സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ മഴവില്ല് പ്രത്യക്ഷപ്പെട്ടു. അവൾക്ക് 79% കൂടി ആൾ CBSE പാസ്സായി. പിന്നെ പരീക്ഷ എഴുതാൻ പ്രിൻസിപ്പൾ പറഞ്ഞത് പ്രിൻസിപ്പളിൻ്റെ റിസ്കോട് കൂടിയിട്ട് അവളിനെ പരീക്ഷ എഴുതിക്കാം, കുട്ടി ഫെയിലായാലും ആ റിസ്ക് പ്രിൻസിപ്പൾ അണ്ടർടേക്ക് ചെയ്യാമെന്നുള്ള ഒരു നിബന്ധന മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ടാണ് എൻ്റെ മോളിനെ പരീക്ഷ എഴുതിച്ചത്. പക്ഷേ ദൈവമാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് 79% വാങ്ങിയിട്ട് എൻ്റെ മോള് CBSEയിൽ ഉന്നത വിജയം നേടി. പിന്നെ അതിന് മുന്നേ അവളെ ഒരു പ്രാക്ടിക്കൽ എക്സാം എഴുതിയിരുന്നു. പ്രാക്ടിക്കൽ എക്സാം എഴുതി പരീക്ഷ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ മോൾ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് മോൾക്ക് ഉള്ളിൽ ആരോ പറയുന്നതായി തോന്നിച്ചു, 2 ക്വസ്റ്റ്യൻ വിട്ടിട്ടുണ്ടല്ലോ, ഒന്നും കൂടി റീചെക്ക് ചെയ്യുന്നു. അപ്പോൾ അവൾ അങ്ങനെ റീചെക്ക് ചെയ്തപ്പോൾ 2 ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അവൾക്കത് എഴുതാനുള്ള ഒരു ഓർമ്മിപ്പിച്ച് അമ്മ മാതാവ് അവളെ അനുഗ്രഹിച്ചു. പിന്നെ രണ്ടാമതായിട്ട് എൻ്റെ ജോലിക്കാരിയാണ്. ഞാൻ ഒരു തുണിക്കടയിലാണ് ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. സാമ്പത്തികമായി നല്ല ബുദ്ധിമുട്ടായ കാരണം കൊണ്ട് കിട്ടിയ ജോലിക്ക് പോവാം എന്നുള്ളതിൽ ഞാൻ ജോലിക്ക് പോയത് തുണിക്കടയിലായിരുന്നു ആദ്യം. ആ ചേച്ചിയാണ് എനിക്ക് കൃപാസനത്തിനെ പരിചയപ്പെടുത്തി തന്നതും. അവിടുന്ന് രാവിലെ ഒരു 10 മണിക്ക് പോയ രാത്രി 8:30 വരെ ഞാൻ നിൽക്കണമായിരുന്നു തുണിക്കടയിൽ. അപ്പോൾ ഞാൻ നിയോഗമായിട്ടൊന്നും വെച്ചില്ല. ഞാൻ അമ്മ മാതാവിനോട് മനസ്സിൽ പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ എനിക്ക് 8:30 എന്ന് പറയുമ്പോൾ എനിക്ക് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എൻ്റെ മക്കളെ നോക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. എനിക്ക് ഇച്ചിരി നേരത്തെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്താനുള്ളൊരു ജോലി എനിക്ക് തരപ്പെടുത്തി തരണമെന്ന് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചിരുന്നു. അവിടുന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് മുഖേന നല്ലൊരു ജോലി അക്കൗണ്ടൻ്റായിട്ട് എനിക്ക് കയറാൻ പറ്റി. എനിക്ക് ടൈം 10 to 5 ആയിരുന്നു. അത് കാരണം കൊണ്ട് എനിക്ക് വീട്ടിൽ വന്ന് എൻ്റെ മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും എനിക്ക് പറ്റി.
പിന്നെ അതേപോലെ നല്ല സാലറിയോട് കൂടിയിട്ട് എനിക്ക് അവിടെ കയറാൻ പറ്റി. പിന്നെ 1 ഇയർ ആവുന്നതിന് മുൻപേ തന്നെ എനിക്ക് ഇൻക്രിമെൻറ്റ് 5% ഇൻക്രിമെൻറ്റ് തന്ന് എന്നെ മാതാവ് അനുഗ്രഹിച്ചു. നല്ലൊരു സാലറിയിലാണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത്. മൂന്നാമതായിട്ട് എൻ്റെ സഹോദരൻ്റെ കാര്യമാണ്. സജീവ്, ആൾ 27 വർഷമായിട്ട് നല്ല മദ്യപാനായിരുന്നു. കുടുംബത്തിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ആളുടെ മദ്യപാനം കാരണം കൊണ്ട്. ഒരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ എന്തിനു പോയി കഴിഞ്ഞാലും എന്താ പറയുക, ഭയങ്കര മാനസിക ബുദ്ധിമുട്ടായിരുന്നു. എന്താ വെച്ചാൽ മദ്യപിച്ചിട്ടാണ് ഇവൻ ആ ഫംഗ്ഷന് വരിക. അപ്പോൾ അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര മാനസിക ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാനും ഏട്ടന് ഇതേപോലെ പ്രാർത്ഥനകളും ഉടമ്പടിയൊക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ അവൻ പറഞ്ഞു ചില സമയത്ത് ഞാനും മാതാവിനെ ഈ പള്ളി സ്വപ്നം കാണാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വന്നിട്ട് ഉടമ്പടി എടുത്തു. ജൂലൈ 30 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 2025 ജൂലൈ 30 അന്ന് മുതൽ ആൾ മദ്യപിച്ചിട്ടില്ല, മദ്യപാനം നിർത്തി. പിന്നെ ഉള്ളത് KSFE ഒരു ചിട്ടി വിളിക്കാൻ ഞാൻ പോയതായിരുന്നു. അങ്ങനെ ചിട്ടി വിളിക്കാൻ പോയിട്ട് അവിടെ നമ്മൾ ആധാരം വെച്ചിട്ടായിരുന്നു ചിട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആധാരം വെച്ചാൽ പോലും ബാക്കി ഒരു 80,000 രൂപയുടെ എന്തെങ്കിലും ഒരു ഈട് നമ്മൾ അവിടെ കൊടുത്താൽ മാത്രമേ ആ ഫുൾ എമൗണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ എന്ന് അവർ പറഞ്ഞു. പക്ഷേ അപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, മാതാവ് എൻ്റെ കയ്യിലൊന്നുമില്ല, എനിക്ക് ഈ തുക കിട്ടും വേണം, ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത KSFE മാനേജർ ആൾ പറഞ്ഞു എൻ്റെ വേവിൽ ഞാൻ 50,000 രൂപ വേവ് ചെയ്ത് തന്നോളാമെന്ന് പറഞ്ഞ് 50,000 രൂപയും കൂടി എനിക്ക് തന്നു. ബാക്കി 30,000 രൂപ ചിട്ടിയുടെ എമൗണ്ടായിട്ട് അവരവിടെ 3 മാസത്തെ ചിട്ടിയുടെ എമൗണ്ടായിട്ട് അവരവിടെ പിടിക്കുക ചെയ്തത്. അങ്ങനെ ഒരു കൃപ കൂടി എനിക്ക് ദൈവമാതാവ് തന്ന് അനുഗ്രഹിച്ചു. പിന്നെ അതേപോലെ അച്ഛൻ ഇവിടെ ഒരു ധ്യാനത്തിൽ പറഞ്ഞിരുന്നു 40 ദിവസത്തിൻ്റെ ഉള്ളിൽ ചിലവരുടെ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു തീരുമാനമാവുമെന്ന് പറഞ്ഞിരുന്നു. കുറച്ച് മുന്നേ ഉള്ള ധ്യാനത്തിലാണ് പറഞ്ഞിരുന്നത്. ആ 40ാമത്തെ ദിവസം തന്നെ, അതേ സെപ്റ്റംബർ 24 എൻ്റെ ഓർമ്മ, സെപ്റ്റംബർ 24 തന്നെ എൻ്റെ മക്കളുടെ ഫീസ് അടയ്ക്കാൻ പോലും എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ അക്കൗണ്ടൻ്റായി വർക്ക് ചെയ്യണ അവിടുത്തെ മേഡത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് എന്താ ഞാൻ ജോലി ചെയ്യുന്നോടന്ന് എണീറ്റിട്ട് എനിക്ക് പോയിട്ട് മേഡത്തിനോട് ഇതൊന്ന് പറയുമെന്ന് തോന്നി, എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി. അപ്പം ഞാൻ പോയി പറഞ്ഞപ്പോൾ മേഡം പറഞ്ഞു ഇപ്പോൾ എത്ര രൂപയാണ് വേണ്ടത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു 50,000 രൂപ വേണം പറഞ്ഞു. അപ്പോൾ ഓൺ ദി സ്പോട്ടിൽ മേഡം എനിക്ക് 50,000 രൂപ തന്ന് അനുഗ്രഹിച്ചു. പിന്നെ അതേപോലെ തന്നെ വീണ്ടും 10-25 ലക്ഷം രൂപ കടബാധ്യതയുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഒത്തിരി പലിശയുടെ കടങ്ങളൊക്കെ ഉള്ള കാരണം ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അങ്ങനെ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ തന്നെ മേഡം പറഞ്ഞു, എന്നാൽ ആധാരം വല്ലതും കയ്യിലുണ്ടെങ്കിൽ കൊടുന്നു കഴിഞ്ഞാൽ നമുക്ക് ലോണ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആധാരം കൊടുന്നു വെച്ചു. 7.5 ലക്ഷം രൂപ എനിക്ക് ലോൺ അവിടുന്ന് തന്ന് അനുഗ്രഹിച്ചു. 1 രൂപ പോലും ഇൻട്രസ്റ്റ് കൊടുക്കാതെ മാസം എനിക്ക് പറ്റാവുന്ന തുക എത്രയാണോ സരിതയ്ക്ക് അടയ്ക്കാൻ പറ്റുന്നത് അത്രയും തുക മാസം അടച്ചിട്ട് മെല്ലെ വീട്ടിയാൽ മതി, 1 രൂപ പോലും ഇൻട്രസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞു. അതിനും എന്നെ മാതാവ് അനുഗ്രഹിച്ചു. ഇത്രയൊക്കെയാണ് എൻ്റെ അനുഗ്രഹങ്ങൾ. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് പത്രപ്രവർത്തനം ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ പ്രാർത്ഥനകൾ ഞാൻ സ്റ്റാറ്റസ് ഇടും, പിന്നെ എല്ലാവർക്കും അയച്ചു കൊടുക്കാറുണ്ട് പേഴ്സണലായിട്ട്. പിന്നെ നമ്മൾ ചോറ് പൊതി മേടിച്ചിട്ട് കൊടുക്കുവാറുണ്ട്. പിന്നെ നമ്മളുടെ അടുത്ത് ഇങ്ങനെ സഹായങ്ങൾ ചോദിച്ചു വരുന്നവർക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷേ ചിലവരൊക്കെ ഈ മദ്യപിച്ചിട്ടും ഇവരൊക്കെ വന്നിട്ട് 10 രൂപ തരുമോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഞാൻ കൊടുക്കാറില്ല. അവരുടെ അടുത്ത് ഫുഡോ അങ്ങനെ എന്താ വേണ്ടിച്ച് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓൺലൈനിലൂടെ കുറേ പേര് സഹായഹസ്തങ്ങൾ ചോദിക്കുമ്പോൾ എന്നെ കൊണ്ടാവുന്ന തുക ഞാൻ അവർക്ക് കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ആത്മീയ ജീവിതം ബൈബിള് വായിക്കാറുണ്ട്, പ്രാർത്ഥനകൾ മുടങ്ങാതെ എത്തിക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം പോലും ഞാൻ കൂടുതലും കേൾക്കുന്നത്, ഞാൻ ഓഫീസിൽ വർക്കിംഗ് ആയ കാരണം കൊണ്ട് എനിക്ക് അവിടെ പ്രാർത്ഥനകളൊന്നും ഉറക്ക വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട്, പക്ഷേ ഞാൻ ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളാണ് ഞാൻ കൂടുതലും ഓഫീസിലിരുന്നിട്ട് അങ്ങനെ കേൾക്കാറുണ്ട്. അങ്ങനെ ആത്മീയമായിട്ട് പിന്നെ അതേപോലെ നിൽക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലെപ്പോഴും സ്വർഗസ്നായി നന്മ നിറഞ്ഞ വിശ്വാസ പ്രമാണം ഇതെല്ലാം ഞാൻ ചെല്ലാറുണ്ട്. അങ്ങനെ ആത്മീയമായിട്ടും ഒരുപാട് എനിക്ക് വളരാൻ സാധിച്ചിട്ടുണ്ട്. ഇത്രയും കൃപ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. ഇനിയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി മാറ്റുവാനുള്ള അനുഗ്രഹം എനിക്ക് തരണേ എന്ന് അമ്മയോട് വിശ്വനാഥനോട് ഞാൻ അപേക്ഷിക്കും. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. എത്ര പറഞ്ഞാലും തീരാത്ത അനുഗ്രഹങ്ങളാണ് ഈശോ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്നത്. ഞങ്ങൾ വന്നിരിക്കുന്നത് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് നാലാഞ്ചിറ
ഞങ്ങളുടെ ഇടവക പട്ടം സെൻറ്റ് മേരീസാണ്. ഞങ്ങൾ ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് 2019 19 ഈ ആലപ്പുഴയിൽ നിന്ന് ഒരു ചാച്ചൻ്റെ ഒരു ബന്ധു, ഒരു ചേച്ചി ആലപ്പുഴയിൽ നിന്ന് ഒരു ദിവസം ഞാൻ നേഴ്സാണ്, പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ കാണാം ചേച്ചി രാവിലെ ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഞാൻ ചോദിച്ചു, ചേച്ചി എന്ത് പറ്റി രാവിലെ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ കുറേ പേപ്പറിൻ്റെ കട്ടുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു, മോളെ ഇത് കൃപാസനം എന്ന് പറഞ്ഞൊരു പള്ളിയുടെയാണ്, അവിടുത്തെ ജോസഫ് അച്ഛൻ ഞങ്ങളെ ഓരോ സ്ഥലങ്ങളിലും പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് ഈ ആലപ്പുഴയിൽ നിന്ന് ചേച്ചിക്ക് കൊടുത്തിരിക്കുന്ന സ്ഥലം ട്രിവാൻഡ്രം പാളയം പള്ളി അടുപ്പിച്ചുള്ള ആ ഏരിയയാണ് ചേച്ചിയുടെ ലൊക്കേഷൻ. അങ്ങനെ ചേച്ചി കൃപാസനത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ കേട്ടെങ്കിലും അത്ര എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും ഞാൻ ഈശോയോട് ഒത്തിരി കുഞ്ഞുനാൾ മുതലേ അപ്പച്ചനും അമ്മച്ചിയും പഠിപ്പിച്ചു തന്ന രീതിയിൽ ഞങ്ങൾ പ്രാർത്ഥനകളൊന്നും മുടക്കുകയോ നല്ല രീതിയിൽ ഈശോ അറിഞ്ഞു തന്നെയാണ് വളർന്നത്. എങ്കിലും ഈ പേപ്പറിൻ്റെയും പിന്നീട് മെഴുകുതിരി അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒത്തിരി അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യായിരുന്നു. എങ്കിലും ഞാനത് എല്ലാം ക്ഷമയോടുകൂടി കാട്ടി എന്തായാലും ഈ ചേച്ചി പറയുന്ന ഈശോയുടെ കാര്യങ്ങളല്ലേ എന്ന് പറഞ്ഞിട്ട് അതെല്ലാം അക്സെപ്റ്റ് ചെയ്തു. ചേച്ചിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. സന്തോഷത്തോടുകൂടി ചേച്ചിയെ സഹായിക്കാൻ പറ്റുന്നതൊക്കെ ചെയ്തു. എന്നിട്ട് ചേച്ചി അങ്ങനെ ആ പേപ്പർ എൻ്റെ കയ്യിൽ കുറച്ച് പേപ്പർ തരുകയും ചെയ്തു. ഞാനതെല്ലാം വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും ഒരു ഹൃദയത്തിൽ ശരിക്കും സ്പർശിച്ചു. ഈശോയുടെ സ്പർശനമുള്ളൊരു പേപ്പറായിട്ട് തന്നെ അതൊക്കെ തോന്നി. എന്നിട്ട് ഞാൻ വർക്ക് ചെയ്തത് ലാസ്റ്റ് ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യേണ്ടതുണ്ടെന്ന് മെൻ്റൽ ഹോസ്പിറ്റലായിരുന്നു. ഞാൻ അവിടുത്തെ ഹെഡ് നഴ്സായിരുന്നു ആ സമയത്ത്. അപ്പം എനിക്ക് കിട്ടിയിരിക്കുന്ന എൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫോറൻസിക് വാർഡാണ്. അവിടെ എല്ലാം ക്രിമിനൽ പേഷ്യൻ്റ് മാത്രമാണുള്ളത്. അതായത് നമ്മുടെ നിങ്ങൾക്കെല്ലാവർക്കും പ്രമാദമായ പല കേസുകളും അകപ്പെട്ടിട്ടുള്ള ഒത്തിരി പേരുണ്ട് അവിടെ വന്നിട്ട്, ചെറുപ്പക്കാരായ പിള്ളേരുണ്ട്. അപ്പോൾ ആ വാർഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പേപ്പറെല്ലാം അവിടെ കൊണ്ടുവന്ന് എൻ്റെ വാർഡിൽ, അതൊരു ജയിൽ വാർഡാണ്, മതിലൊക്കെ ഒത്തിരി ഹൈറ്റുള്ള വാർഡാണ്. അപ്പോൾ ഞാൻ അവിടെ കൊണ്ടുവന്ന് എൻ്റെ ആ പേഷ്യൻസിന് ശരിക്കും പറഞ്ഞാൽ ആ പേഷ്യൻസ് എല്ലാം ഓരോരുത്തരായിട്ട് ഇങ്ങനെ കാത്തിരിക്കും. ഞാൻ വരുമ്പോൾ അവരോട് സംസാരിക്കാനും, എൻ്റെ ആദ്യത്തെ ജോലി അതാ. എൻ്റെ പേഷ്യൻസിനോട് കഴിഞ്ഞിട്ട് എനിക്ക് എന്തുള്ളൂ. ഞാനപ്പോൾ ഓരോ പേഷ്യൻ്റെയും അടുത്ത് ഞാൻ സെല്ലിൽ ചെന്ന് ഈ പേപ്പർ കൊടുക്കുക, അവരോട് ഈശോയെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ അതായിരുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം അപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് 2019 പകുതിയായി. 2020 എൻ്റെ പെൻഷൻ്റെ ഡേറ്റ് വരുന്നത്. അപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഞാൻ ശരിക്കും ഗവൺമെൻറ്റിൽ നിന്ന് ലീവ് എടുത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നേഴ്സിംഗ് ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അതിനുശേഷം എൻ്റെ ലീവ് കഴിയാറായപ്പോഴാണ് ഞാൻ മെൻ്റൽ ഹോസ്പിറ്റലിൽ വന്നത്. എങ്കിലും ഞാനപ്പോൾ ജൂനിയറായിട്ടാണ് വന്ന് ചേർന്നത്. എങ്കിലും എനിക്കത് ആ ഹോസ്പിറ്റലിൽ ഉപേക്ഷിച്ച് പോയാൽ എനിക്ക് ഒട്ടും പറ്റില്ല. എന്ന് വെച്ചാൽ പേഷ്യൻറ്റുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് എനിക്ക് അത്ര വലുതായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാ സപ്പോർട്ടും തരുന്നത് എൻ്റെ അച്ഛനായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി. അപ്പോൾ ഞാനപ്പോൾ ഈശോയോട് ചോദിച്ചു, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എന്നിട്ട് 2020 പിന്നെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി 2019 തന്നെ എടുത്തെങ്കിലും 2020 ഞാനും അച്ഛനും എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും കൂടെ ഇവിടെ വന്നു. ഞങ്ങൾ ഉടമ്പടി എടുത്തപ്പോൾ അതിൽ എൻ്റെ 6 നിയോഗം ഞാൻ വെച്ചിരുന്നു. അതിൽ ഒരു നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു മാതാവേ, മാതാവിന് ഇത് അസാധ്യമായ കാര്യമാണ്, മനുഷ്യരിൽ അസാധ്യമാണ്, പക്ഷേ മാതാവിന് കഴിയുമെങ്കിൽ എനിക്ക് 1 വർഷം ഈശോയോട് പറഞ്ഞിട്ട് എനിക്ക് ഈ മെൻ്റൽ ഹോസ്പിറ്റൽ വിട്ടു പോകാൻ വയ്യ, എൻ്റെ പേഷ്യൻറ്റിനെ ഉപേക്ഷിക്കാൻ വയ്യ. എന്ന് വെച്ചാൽ ഞാൻ പെൻഷൻ ആകുന്നെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കൂടെയുള്ള സ്റ്റാഫുകൾക്കും പേഷ്യൻസിനും ഒത്തിരി സങ്കടമായിരുന്നു. അപ്പം ഞാൻ ഈ മാതാവിനോട് പറഞ്ഞു, 1 വർഷം എങ്ങനെയെങ്കിലും എൻ്റെ മാതാവ് എനിക്കിത് എക്സ്റ്റൻഷൻ വാങ്ങിച്ച് തരണമെന്ന് പറഞ്ഞ് ഞാൻ അപേക്ഷയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് അങ്ങനെ ഇരിക്കാൻ നേരത്ത് ആ സമയത്താണ് പെൻഷൻ്റെ ഡേറ്റ് എടുത്തു. മെയ് 31 എൻ്റെ പെൻഷൻ ഡേ ആണ്. പെൻഷൻ്റെ ഡേറ്റ് 2020. അപ്പോഴത്തേക്കും കാണാം ഒരു ഓർഡർ വന്ന്. അന്ന് കോവിഡിൻ്റെ ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ ഇവിടെ. ആ കോവിഡ് വന്നതുകൊണ്ട് 1 വർഷം കൂടെ എനിക്ക് ശരിക്കും എക്സ്റ്റൻഷൻ കിട്ടി. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ ഒരു സന്തോഷം നിറഞ്ഞ സമയമായിരുന്നു. അതായിരുന്നു ഒന്നാമത്തെ ജോലിയിൽ കിട്ടിയ 1 വർഷം കൂടെ എക്സ്റ്റൻഷൻ കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അടുത്തത് ഒന്ന് മൂത്ത മകൻ US അപ്പോൾ ആ മോൻ്റെ കൂടെ പോകാനായിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒത്തിരി റിജക്ഷൻ വരുന്ന സമയമായിരുന്നു. ഞാനും അച്ഛനും കൂടെ ഞങ്ങൾ US വിസയ്ക്ക് കൊടുത്തു. മാതാവിൻ്റെ കൃപയാൽ 10 വർഷത്തേക്കുള്ള വിസ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന്, അപ്പോൾ ജോലിയിൽ ഇത്രയും അനുഗ്രഹങ്ങൾ ഈശോ തന്നു, 1 വർഷം നീട്ടി കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും US പോയി, മൂത്ത മോൻ്റെ കൂടെ പോയി. അവിടെ നിന്ന് അത് കഴിഞ്ഞ് തിരിച്ച്
തിരിച്ചു വരാൻ നേരത്തെ വീണ്ടും മാതാവിനോട് ഒന്നും കൂടെ ചോദിച്ചു, എനിക്ക് ഇനി എന്തായിരുന്നാലും ഫ്രീ ആയിട്ട് നിൽക്കാനാവില്ല. എൻ്റെ നഴ്സിംഗ് ഫീൽഡിൻ്റെ ഞാൻ ആ വർക്ക് എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്തായിരുന്നാലും പേഷ്യൻറ്റിന് വേണ്ടി എനിക്ക് ഒത്തിരി പ്രവർത്തിക്കണം, എൻ്റെ മരണം വരെ അതുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈശോ ഞാൻ ആദ്യം പ്രൈവറ്റിൽ വർക്ക് ചെയ്തത് കിംസ് ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ ഞാൻ വർക്ക് ചെയ്തു, 8 വർഷം അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ട്രാവൻകൂർ മെഡിസിറ്റിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് എനിക്ക് മെഡിസിറ്റി കിംസിൽ നിന്നൊക്കെ വിളി ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പിന്നെ തിരഞ്ഞെടുത്ത് എനിക്ക് മെഡിസിറ്റി എൻ്റെ മനസ്സിൽ ശരിക്കും നല്ലൊരു പതിച്ച ഹോസ്പിറ്റലാണ്. കാരണം വെച്ചാൽ അവിടുത്തെ പ്രവർത്തനമൊക്കെ ഒത്തിരി നല്ലതാണ്, പേഷ്യൻറ്റിന് വേണ്ടിയൊക്കെ അവരൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ അവിടെ നിന്ന് ഞാൻ പെൻഷനായെന്ന് അറിഞ്ഞപ്പോൾ എന്നെ വീണ്ടും അവരവിടെ വിളിച്ചു. ഞാനപ്പോൾ അവിടെ വന്ന് നേഴ്സിംഗ് സൂപ്രണ്ടായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് അതിന് ശേഷം പിന്നെ വന്നതെന്ന് വെച്ചാൽ 32 വർഷമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ കാറ് കയറത്തില്ല. അന്ന് മെയിൻ റോഡിൻ്റെ തൊട്ടടുത്താണ്, ഒരു 5 മിനിറ്റ് നടന്നാൽ മതി. പക്ഷേ എങ്കിലും കാറ് കയറാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വണ്ടി ഇടുന്ന റോഡ് സൈഡിലോ ആരുടെയും വീട്ടിലൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു തടസ്സം വന്നു. അപ്പോൾ ഒത്തിരി വർഷം കൊണ്ട് നടക്കുന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കാൻ നേരത്തെ ഉടമ്പടിയിലെ അടുത്ത നിയോഗം വഴിയെക്കുറിച്ചായിരുന്നു. അമ്മ മാതാവ് ഭയങ്കരമായിട്ട് അത്ഭുതം നടത്തി, ഈശോ കൊണ്ട് എല്ലാ കാര്യങ്ങളും പ്രവർത്തിച്ചു തന്നു എന്നുള്ളതാണ്. വെച്ചാൽ ഞാൻ യൂട്യൂബ് ഞങ്ങൾ വഴി അച്ഛൻ്റെ ജോസഫ് അച്ഛൻ്റെ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്, മുടങ്ങാതെ കേൾക്കുമായിരുന്നു. കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു സഹോദരി പറയുണ്ടായി, വർഷങ്ങൾ കഷ്ടപ്പെട്ട് ഒത്തിരി ചേച്ചി സങ്കടപ്പെട്ടാണ് പറഞ്ഞത്, എത്രയോ വർഷം കൊണ്ട് എൻ്റെ വസ്തു വിൽക്കാനായിട്ടിരിക്കുമായിരുന്നു. ആ വസ്തുവിന് എൻ്റെ നടയിൽ, അതായത് അവരുടെ വസ്തുവിൻ്റെ സെൻട്രലായിട്ട് ഒരു പോസ്റ്റ് കിടപ്പുണ്ട്, ഗവൺമെൻറ് പോസ്റ്റ്. ആ പോസ്റ്റ് മാറാനായിട്ട് സമ്മതിക്കുന്നില്ല. ആ പോസ്റ്റ് ഇളക്കി പൊതുവഴിയിലിടാൻ ജനങ്ങൾ സമ്മതിക്കുന്നില്ല. പക്ഷേ ഈ ചേച്ചി ഒത്തിരി കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് പല കേസ് കൊടുത്തിട്ടൊന്നും ശരിയാവുന്നില്ല. കേസ് കൊടുത്തെല്ലാം റെഡിയായി വരുമ്പോഴും നാട്ടുകാരെല്ലാം കൂടെ പോസ്റ്റ് ഇളക്കാൻ നേരത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു. അങ്ങനെ ചേച്ചി ഒത്തിരി കഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കാൻ നേരത്ത് ആ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതും പിന്നീട് ഉപ്പും തൈലവും കൊണ്ട് ആ പോസ്റ്റിൻ്റെ ചുറ്റും പ്രാർത്ഥിച്ചതും അതിനുശേഷം ആ ചേച്ചി എന്ത് ചെയ്തു, ഒരു കേസ് ഒരു വക്കീലിൻ്റെ അടുത്ത് പോയി കേസ് ഒന്നും കൂടെ കൊടുത്തു. അപ്പോൾ വക്കീൽ പറഞ്ഞു, ഈ കേസ് ഞാൻ എടുക്കത്തില്ല, കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി പ്രാവശ്യം റിജക്റ്റ് ചെയ്ത കേസാണ്, എനിക്കിത് പറ്റത്തില്ല, ആൾക്കാരെല്ലാം കൂടെ എനിക്ക് പ്രശ്നം ഉണ്ടാകുന്നു. അപ്പോൾ ഈ ചേച്ചി പറഞ്ഞതാണ്, മാതാവിൻ്റെ പിന്നീട് നമ്മുടെ ഉടമ്പടി ലോക്കറ്റ്, ആ ലോക്കറ്റ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞ്, ഇത് മാതാവാണ് പറയുന്നത്, നിങ്ങളൊന്ന് ദയവ് ചെയ്ത് സാറേ ഈ കേസ് സാറേ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ അയാൾ കുറച്ച് നേരം മിണ്ടാതിരുന്നിട്ട് അയാൾ ആ കേസ് ഏറ്റെടുത്തു. ആ ചേച്ചിയുടെ കേസ് വിജയിച്ചു. എന്നിട്ട് അത്ഭുതമാവണ്ണം ആ ചേച്ചിക്ക് ആ വസ്തു വിൽക്കാൻ പറ്റി, പോസ്റ്റ് മാറ്റി. ആരും അറിയാത്ത രീതിയിൽ തന്നെ അവരത് ഹാൻഡിൽ ചെയ്തു. ആരും അതിനൊരു തടസ്സവും നിന്നില്ല. അപ്പോൾ അതെൻ്റെ മനസ്സിനെ നല്ല സ്ട്രൈക്ക് ചെയ്തു. ആ സമയത്ത് ഞങ്ങളുടെ വഴിക്ക് വേണ്ടി ഒത്തിരി പ്രശ്നങ്ങൾ നടക്കുമായിരുന്നു. വഴിയിൽ എല്ലാവരും കൂടെ സഹകരിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എങ്കിലും വഴിയെല്ലാം സാങ്ഷൻ ആയെങ്കിലും ഞങ്ങളുടെ നടയിൽ കിടക്കുന്ന പോസ്റ്റ് മാറ്റാനായിട്ട് ഒത്തിരി ഒബ്ജക്ഷൻ വന്നു. അപ്പോഴത്തേക്ക് വീണ്ടും ഞാനും അച്ഛനും അവിടെ ഒരു 4 പോസ്റ്റ് കിടപ്പുണ്ട്, ആ വഴിയിലെല്ലാം 4 പോസ്റ്റുണ്ട്. അപ്പോൾ ആ 4 പോസ്റ്റ് മാറ്റിയാലേ ഞങ്ങളുടെ പോസ്റ്റ് അവർ മാറ്റാൻ സമ്മതിക്കുകയുള്ളൂ. അപ്പോൾ എന്തായിരുന്നാലും ഞങ്ങൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ പോയി ലെറ്ററൊക്കെ കൊടുത്തു. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇളക്കാനായിട്ട് ആൾ വന്നു. അന്നപ്പോഴത്തേക്ക് തടസ്സം വന്നു, എല്ലാം ഒരുമിച്ച് മാറ്റാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആ ദിവസമാണ് ഞാൻ ഈ ചേച്ചിയുടെ ഈ പ്രസംഗം കേട്ടത്. അപ്പോഴത്തേക്ക് അവരെല്ലാവരും പോസ്റ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ വന്നവരെല്ലാവരും തിരിച്ചു പോയി കഴിഞ്ഞ് എനിക്ക് ഭയങ്കര നിരാശ തോന്നി. അപ്പോഴത്തേക്ക് ഞാൻ ഈശോയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, ഒത്തിരി നേരം കരഞ്ഞു, മുട്ടുമേൽ നിന്ന് കരഞ്ഞു. രാത്രിയിലൊക്കെ ഉണർന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഈശോയെ അറിയുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഈ മാതാവിനെ ഈശോയെ നമ്മൾ കൈവിടാതെ നമ്മൾ ചോദിക്കുന്നതെല്ലാം ഈശോ തരുമെന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. നമ്മൾ എത്ര വേദനയുണ്ടെങ്കിലും ഈശോയുടെ മുമ്പിലൊന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ഈശോ തരാത്ത അനുഗ്രഹങ്ങളായിട്ട് ഒന്നുമില്ല. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ ഓർത്തു, ഞാൻ എന്തിനീ മനുഷ്യരെ ഞങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അന്ന് അച്ഛൻ ഞങ്ങളുടെ റെസിഡൻസിൻ്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടി അത്യാവശ്യമായിട്ട് അച്ഛൻ പോയിരിക്കുമായിരുന്നു. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞാൻ ഇവിടെ ഞാൻ കൊണ്ട് ഉപ്പും ഇതും എതറാൻ പോവുകയാണ്, ഞാൻ എന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനൊരു ബൈബിൾ വചനം ഒന്ന് ആ പോസ്റ്റിലൊന്ന് എഴുതട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ എഴുതിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി ഉപ്പ് കൊണ്ടുവന്ന് ആ പോസ്റ്റിൻ്റെ ചുറ്റും വെതറി. എന്നിട്ട് 2 മക്കബായർ 8:18 അവർ ആയുധത്തിലും സാഹസകൃത്യങ്ങളിലും ഏറ്റിരിക്കുന്നു, നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന കർത്താവായ ദൈവത്തിലാണ് എൻ്റെ പ്രത്യാശ, ആശ എന്നുള്ള അങ്ങനെ ആ വചനം ഞാൻ വായിച്ചിട്ട് ആ പോസ്റ്റിൽ 2 മക്കബായർ 8:18 എഴുതി. എനിക്കറിയത്തില്ല, ഒരു ആഴ്ച പോലും കഴിഞ്ഞില്ല. അതിനിടയ്ക്ക് ആ പോസ്റ്റ് ഞങ്ങൾക്ക് അവിടെ നിന്ന് വിടുവിച്ച് തന്നു, ഈശോ വിടുവിച്ച് തന്നു. ഞങ്ങൾക്ക് വഴി തുറന്നു കിട്ടി. 32 വർഷത്തെ തടസ്സം
ഈ മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു വലിയൊരു അത്ഭുതമാണത്. ശരിക്കും എനിക്ക് അറിയത്തില്ല, ഓരോന്നോരോന്നിനും 100 കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒരുപാട് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ഈശോ തന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ രണ്ടാമത് ആഗ്രഹിച്ച ആശുപത്രിയിൽ കൊല്ലത്ത് എനിക്ക് നേഴ്സിംഗ് സൂപ്രണ്ട് പോസ്റ്റ് കിട്ടി. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ. അച്ഛന് അപ്പോഴത്തേക്ക് ചെറുതായിട്ട് ക്രിയാറ്റിൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങി. ഞങ്ങളവിടെ ജോയിൻ ചെയ്തു. ഞാൻ അവിടുത്തെ ഫ്ലാറ്റിലാണ്, ഹോസ്പിറ്റൽ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ പിന്നെ ക്രിയാറ്റിൻ്റെ പ്രശ്നങ്ങൾ വന്ന് വളരെയധികം മാനസികമായിട്ടങ്ങ് എല്ലാ അനുഗ്രഹങ്ങളും തന്നു കഴിഞ്ഞപ്പോൾ അച്ഛന് വയ്യാതെന്ന് അപ്പോൾ എനിക്കത് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ചിറകായിട്ട് നടക്കുന്ന എൻ്റെ ഹസ്ബൻഡാണ്. എന്നിട്ട് പിന്നെ അപ്പോൾ ക്രിയാറ്റിൻ കൂടി അവസാനം കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അച്ഛൻ എന്നിട്ട് ഇവിടെ അച്ഛനെ ഒട്ടും വയ്യാതെ ഇവിടെ കൊണ്ടുവന്നു. അച്ഛൻ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ അതിൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, അച്ഛനോടൊന്ന് സംസാരിക്കണേ, അച്ഛൻ ഈ വാതുറന്നൊന്ന് കാര്യം പറയണേന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ട് എനിക്കൊന്നും പറയാൻ തോന്നില്ല, അച്ഛനോടൊന്നും ചോദിക്കാനൊന്നും. അച്ഛൻ എന്നെ പ്രാർത്ഥിച്ച് വിട്ടു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കൊല്ലത്തച്ഛൻ കടവൂർ അച്ഛൻ അവിടെ ധ്യാനത്തിന് വന്നായിരുന്നു. കടവൂർ ഭയങ്കര റഷായിരുന്നു അവിടെ. ഞാനും അച്ഛനും എൻ്റെ റിലേറ്റീവ് നിർമ്മല രജിച്ചാനും അവിടെ താമസിക്കുന്ന അവർ ഞങ്ങളെ ഇനിഷ്യേറ്റ് ചെയ്ത് അച്ഛനെ കാണാനായിട്ട് അവിടെ കൊണ്ടുപോയി. അന്നത്തെ ദിവസം ഇത്രയും ജനങ്ങൾ നിന്നെടുത്ത് ആകപ്പാടെ അച്ഛനെ കാണാനായിട്ട് പെർമിഷൻ കിട്ടിയത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാനും അച്ഛനും മാത്രമാണ് ആ കോൺവെൻറ്റിൻ്റെ അവിടെ കയറാനും. അച്ഛൻ ബ്ലെസ് ചെയ്ത തിരക്കിൻ്റെ ഇടയിൽ അച്ഛൻ ആ കോൺവെൻറ്റിൽ വെച്ച് പറഞ്ഞു, അച്ഛന് സർജറി ചെയ്യേണ്ടെന്ന് പറഞ്ഞു, ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷം. ഞാൻ വിചാരിച്ചു ട്രാൻസ്പ്ലാന്റ്, അച്ഛൻ പറഞ്ഞല്ലോ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടത്, അത് ശരിക്കും ശരിയായിരിക്കും. ആക്ച്വലി എനിക്ക് ഈ ട്രാൻസ്പ്ലാന്റ് ഈ കണ്ടീഷനിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് ഉള്ളിൽ ആഗ്രഹം, ഞാൻ ഈ ഫീൽഡിലായതുകൊണ്ട് നമ്മളിപ്പം മെഡിക്കൽ പരമായിട്ടുള്ളവർ എപ്പോഴും അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. ഞാൻ അത് ചിന്തിച്ചു അങ്ങ് നടന്നു. അച്ഛനും ട്രാൻസ്പ്ലാന്റ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഒരേ തീരുമാനമായിരുന്നു. അച്ഛനും ആഗ്രഹമായിരുന്നു, അച്ഛൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ എന്തായിരുന്നാലും പൈസയൊക്കെ റെഡിയാക്കി, ഡോണറെയൊക്കെ കണ്ടു, എല്ലാം റെഡിയായി. കുറേ പൈസ 3 പേര് ഞങ്ങൾ കണ്ടു. 3 പേർക്കായിട്ട് പല പ്രാവശ്യമായിട്ട് പൈസയൊക്കെ ഒത്തിരി കൊടുക്കേണ്ടി വന്നു. അതെല്ലാം പോട്ടെ, അതൊന്നും കുഴപ്പമില്ല. എനിക്ക് മക്കളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, എല്ലാവരുടെയും ബന്ധുക്കാരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഈ മെഡിസിറ്റി, അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡോണേഴ്സ് എന്ന് പറയുന്നത് റിലേറ്റീവ്സിനെ മാത്രമേ, ക്ലോസ് റിലേറ്റീവ്സിനെ മാത്രമേ ഇതിനെടുക്കാറുള്ളൂ. എന്നിട്ട് ഞങ്ങൾ പിന്നീട് മാർസിൽവേ പോയി, അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ പോയി ഞങ്ങളുടെ ക്രോസ് മാച്ചിങ് എല്ലാം കഴിഞ്ഞു. ഈ അനസ്തീഷ്യ പ്രീ ചെക്കപ്പിൻ്റെ വന്ന സമയത്ത് അച്ഛന് നോക്കിയപ്പോൾ കാണാം കാർഡിയക് ബ്ലോക്ക്, 3 ബ്ലോക്കുണ്ട്. അപ്പോൾ പിന്നെ ആകപ്പാടെ തകർന്ന വീണ്ടും പഴയ അവസ്ഥയിലോട്ട് പോയി, സങ്കടമായി. ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് 3 ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് 2 പിന്നീട് സ്റ്റെൻറ്റ് വിട്ട് 1 ഫോബോയും ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു 1 വർഷം കഴിഞ്ഞിട്ട് ഇനി സർജറി ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അച്ഛൻ്റെ വാക്കെന്ന് പറയുന്നത്, അച്ഛൻ പറയുന്നത് വെറുതെ അല്ല ജോസഫ് അച്ഛൻ പറയുന്നത്. അച്ഛൻ ചെയ്യണ്ടെന്ന് പറഞ്ഞത് ഈ കാര്യങ്ങൾ അച്ഛന് ഈശോ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് തന്നെയാണ് അച്ഛൻ ഇത് പറഞ്ഞിരിക്കുന്നത്. ഇത് ചെയ്യേണ്ടി വരില്ല എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും അത് തന്നെ. ആ വാക്ക് നമ്മൾ പാലിക്കാതെ, അമ്മയും ഈശോയും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ജോസഫ് അച്ഛൻ പറയുന്നത്. അതിൻ്റെ ഒരു വള്ളി ഇടപോലും തെറ്റിപ്പോവില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ അത് എന്നിട്ട് ഞങ്ങൾ വീണ്ടും അങ്ങനെ അച്ഛൻ പറഞ്ഞിട്ടും വീണ്ടും അതിലോട്ട് തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും മൈൻഡ് മാറി. വീണ്ടും ഞങ്ങൾ സർജറിക്ക് വേണ്ടി ആളെ തിരക്കിക്കൊണ്ട് നടന്നു കഴിഞ്ഞ് പിന്നെയും ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ആളെ കിട്ടി. അത് കഴിഞ്ഞ് ഈ 1 വർഷം കഴിഞ്ഞ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ആളെല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ ഒക്ടോബറിൽ, ഈ കഴിഞ്ഞ 2 മാസത്തിന് ഒക്ടോബറിലായപ്പോൾ അച്ഛൻ ഭയങ്കരമായിട്ട് അങ്ങ് സിക്കായെന്ന് വെച്ചാൽ നിപ്പിന് ഫുള്ളും അങ്ങ് ഇതായി, ക്രിയാറ്റിനൊക്കെ കൂടി ഒരു സ്റ്റെപ്പ് പോലും എടുക്കാൻ വയ്യ, നടക്കാൻ വയ്യ, ഭയങ്കര ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആയി. അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോഴേ ഈ ട്രാൻസ്പ്ലാന്റ് എല്ലാം വർക്ക് നടക്കുവാണ്. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ കാണാം വീണ്ടും അടുത്ത ഒക്ടോബറിൽ വീണ്ടും ചെക്കപ്പ് ചെയ്തപ്പം കാർഡിയാക് ബ്ലോക്ക്. അന്നൊരു 50% ബ്ലോക്ക് ഉണ്ടായിരുന്നത്. അന്ന് 50% ഉള്ളതുകൊണ്ട് അത് ചെയ്തില്ല. ലെഫ്റ്റ് മെയിനായിട്ടുള്ളതാണ്, അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് അതെന്ത് ചെയ്യുന്നു വെച്ചാൽ പിന്നെ രണ്ടാമതത് പിന്നെ ഒക്ടോബറിൽ പിന്നെയും നമ്മൾ 2 ബ്ലോക്ക് ചെയ്തല്ലോ വെച്ചാൽ 2 ബ്ലോക്ക് പിന്നെ ഉണ്ടായിരുന്നു. ആ 2 ബ്ലോക്കും കൂടെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു.
അത് കഴിഞ്ഞ് ബെറ്ററായി. പിന്നെ അച്ഛനും അങ്ങ് അക്സെപ്റ്റ് ചെയ്തു. ദൈവമേ ക്ഷമയൊക്കെ ചോദിച്ചു. അച്ഛൻ പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ഈ നിമിഷവും പറയുന്നു, എന്ത് വന്നാലും ഇനി കുഴപ്പമില്ല, ഈശോ തരുന്നതെല്ലാം സ്വീകരിക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും തയ്യാറാണ്. അത് കഴിഞ്ഞിട്ട് നവംബറിലായപ്പോൾ ഈ ഒരു വർഷക്കാലം ഞങ്ങൾക്ക് ഈ മണ്ണിൽ കാലുകുത്താൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ഈ രോഗത്തിൻ്റെ അതിൻ്റെ പുറകെ നടക്കുവാണല്ലോ. അപ്പോൾ ഈ നവംബറിലായപ്പം വീണ്ടും വയ്യാതെ വന്ന് പിന്നെ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. പിന്നെ 2 ചെയ്യേണ്ടി വന്നു. 2 അങ്ങനെ ഇപ്പം 3 പ്രാവശ്യമായിട്ട് ഒരു 6 ബ്ലോക്കോളം ചെയ്യേണ്ടി വന്നു. എന്നാലും ഇത്രയും ആരോഗ്യത്തോടു കൂടി ഈശോ ഞങ്ങൾക്ക് തിരിച്ചു തന്നു. നമ്മൾ ശരിക്കും ബൈബിളിൽ വൈദ്യനും രോഗശാന്തി എന്ന് പറഞ്ഞൊരു ബൈബിൾ ഭാഗമുണ്ട്. അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, വൈദ്യന്മാരെ നമ്മൾ നിന്ദിക്കരുത്, അവർ നമ്മുടെ പ്രതിപുരുഷന്മാരായിട്ടാണ്. വൈദ്യന്മാരെ ഈശോ സൃഷ്ടിച്ചതാണ്. അല്ല, വൈദിക ശാസ്ത്രം എന്നുള്ള ഈശോ സൃഷ്ടിച്ചു തന്നെ. ഈശോയ്ക്ക് എല്ലാവരുടെ അടുത്ത് നേരിട്ട് വന്ന് ഇറങ്ങി ഒന്നും സംസാരിക്കാനായിട്ട് എപ്പോഴും പറ്റില്ല. അല്ലാതെ നമ്മളോട് സംസാരിക്കും, പക്ഷേ പ്രവർത്തിക്കാൻ ഈശോയുടെ മക്കളാണ് അവരൊക്കെ, ഡോക്ടേഴ്സും ആ വൈദ്യന്മാരും ആ സമൂഹവും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപ്പോൾ അവർ പറയുന്നത് നമ്മൾ അനുസരിക്കാതിരിക്കരുതെന്ന് നിയമമുണ്ട്, ബൈബിളിൽ പ്രത്യേകം ഉണ്ട്. അതനുസരിച്ചു. പക്ഷേ ഞങ്ങളിപ്പോൾ പൂർണ്ണമായിട്ട് ഈശോയിൽ ഉറച്ചു വിശ്വസിക്കുന്നു. ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഇത് വിടുതൽ തരട്ടെ എന്നാണ് പറയുന്നത്. പിന്നെ ഒരുപാട് ഈശോയുടെ പ്രവർത്തനം ഒത്തിരി നടന്നിട്ടുണ്ട്. പിന്നെ ഈ പ്രാർത്ഥിച്ച് എൻ്റെ മൂത്ത മോന് 3 മക്കളാണുള്ളത്. 2ാമത്തെ മകൻ്റെ പ്രഗ്നൻസിയിൽ ആ സമയത്ത് വിളിച്ച് മോന് ഡോക്ടർ പറഞ്ഞു ഇത് കണ്ടിന്യൂ ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഡെലിവറി കണ്ടിന്യൂ ചെയ്യേണ്ട, കൊച്ചിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും, അതുകൊണ്ട് ഡൗൺ സിൻഡ്രോം പോലത്തെ എന്താ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പിള്ളേർ നല്ല സ്ട്രോങ് ആയിട്ട് പറഞ്ഞില്ല, എന്തായാലും ഞങ്ങളിത് അബോർട്ട് ചെയ്യത്തില്ല, ഞങ്ങളിത് കണ്ടിന്യൂ ചെയ്യുന്നത്. ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നു. ഈശോ അത്ഭുതം ആ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഡെലിവറി സമയത്താണ് ഞങ്ങൾക്ക് 10 വർഷത്തെ വിസ കിട്ടി ഞങ്ങളവിടെ പോയത്. പൂർണ്ണ സൗഖ്യത്തോടു നല്ലൊരു കുഞ്ഞിനെ പ്രസവിച്ചു. ഇപ്പോൾ അവന് 6-7 വയസ്സായി. അതിന് അമ്മ മാതാവിന് 100,000 നന്ദി പറഞ്ഞു. പിന്നെ ഒരു കാര്യം നടന്നതെന്ന് വെച്ചാൽ, ഈ 3ാമത്തെ ഇതുപോലെ ഞങ്ങൾ മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലുക, കുടുംബ പ്രാർത്ഥന കഴിഞ്ഞു. ഒരു ദിവസം പോലും ഞങ്ങൾ കുടുംബ പ്രാർത്ഥന മുടക്കില്ല. കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് മാതാവിൻ്റെ പ്രാർത്ഥന തുടങ്ങിയ സമയത്ത് മുട്ടുമേൽ നിൽക്കുന്ന എടുത്ത് കാണാം, നല്ലവണ്ണം ഈശോ അത്ഭുതമാവണ്ണം മാതാവിനെ കാണിച്ചു. മാതാവ് ഒരു ഉണ്ണീശയെന്ന് വെച്ചാൽ യേശു അല്ല, ഒരു പെൺകുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുന്നത് ഞാൻ നല്ലവണ്ണം കാണാൻ, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നല്ലവണ്ണം നമുക്ക് കാണാൻ, എനിക്ക് നല്ലവണ്ണം ഞാനത് അനുഭവിച്ചു. അച്ഛനും ഞാനും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് എനിക്കൊരു കോള് വന്നു, എൻ്റെ മരുമകളുടെ കോളായിരുന്നു US നിന്ന്. അവൾ വിളിച്ചപ്പോൾ ഞാൻ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടും പറഞ്ഞു, എനിക്ക് ഈ കാര്യം ഈ മാതാവ് ഈ ഉണ്ണീശയെ കാണിച്ചു തന്നത് ആരായിരിക്കും. അപ്പോഴേ ഈ കോള് വന്നപ്പോൾ ഞാൻ ഉടനെ അവളോട് ചോദിച്ചു, മോളെ നീ പ്രഗ്നൻ്റ് ആണോയെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ ഞെട്ടിയതുപോലെ അവൾ പറഞ്ഞു, അമ്മേ എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു. ഞാൻ ഇത് പറയാൻ അമ്മേ ഞാൻ ഇപ്പോൾ വിളിച്ചു തന്നെ, റിസൾട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ, പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അത് ഡെലിവറി സമയത്ത് ഞങ്ങളവിടെ പോയിരുന്നു. ഒരു മോളെ തന്നെ മാതാവ് കൊടുത്തു. അവൾക്ക് ഞങ്ങൾ ആവാ മരിയ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈശോ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം എന്നുകൊണ്ട് എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് നല്ലൊരു എമൗണ്ട് ഞാൻ പാവങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഞാനൊരു ഒരു സംഘടനയിൽ, ഒരു സോഷ്യൽ സംഘടനയിൽ പ്രത്യേകം വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ കൂടെയുള്ളവർക്കും ഞാൻ ആരെ കണ്ടാലും എൻ്റെ കയ്യിൽ എന്തുണ്ടോ അപ്പോൾ ഈശോ പറയും നീ കൊടുക്കേണ്ട ആളെന്ന് എന്നെ ചൂണ്ടി കാണിച്ചു തരും. അപ്പോൾ ഞാൻ അച്ഛനറിയാം എൻ്റെ കയ്യിലിരുന്നാൽ ഒന്നും ഇരിക്കത്തില്ല, ഞാനത് ആരെ കാണുന്നോ അവർക്ക് ഞാനത് കൊടുത്തിരിക്കും. ഇല്ലെങ്കിൽ എനിക്ക് സമാധാനം. ഞാൻ അതുകൊണ്ട് പൈസയൊന്നും കംപ്ലീറ്റ് ഇങ്ങനെ ഞാൻ ഒന്നും വാങ്ങിക്കരുത്, എല്ലാം എൻ്റെ അച്ഛൻ്റെ മുഖേനല്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ല. പിന്നെ അതങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഇവിടുത്തെ പേപ്പർ വാങ്ങിച്ച് ആ പേപ്പർ കൊടുക്കുന്നുണ്ട്. പിന്നെ തൈലവും ഇപ്പം 3 ഡയാലിസിസ് വിധമാണ് ചെയ്യുന്നത്. ആ ഡയാലിസിന് പോകാൻ നേരത്ത് എല്ലാ ദിവസവും രാവിലെ ശുദ്ധ തൈലം തേച്ചിട്ടാണ് അച്ഛനെ വിടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡയാലിസിന് ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു. പിന്നെ ആത്മീയ ജീവിതം എന്ന് വെച്ചാൽ പ്രാർത്ഥനയൊന്നും മുടങ്ങാറില്ല. ഞങ്ങൾ പള്ളിയിൽ ഡെയിലി കുർബാന കണ്ടുകൊണ്ടിരുന്നതാണ്. ഈ കൊല്ലത്ത് വന്നതിന് ശേഷം അതിനുള്ള തടസ്സങ്ങളുണ്ട്. അച്ഛന് വയ്യാതായതുകൊണ്ട് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഞങ്ങൾ ഇത് കാണുന്നുണ്ട്, കുർബാന കാണുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ഒരു പ്രത്യേക സന്തോഷം, ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, 38 വർഷം തികയുന്നു. അപ്പോൾ ഈശോയ്ക്ക് ഒത്തിരി നന്ദി. ആദ്യമായിട്ട് ഇപ്പോഴും ഞങ്ങൾക്ക് കയറാൻ ഇവിടെ കഴിഞ്ഞതിന് ആദ്യമായി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് നിമ്മി. ഞാൻ വയനാട്ടിലെ മാനന്തവാടിയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ചേച്ചി നിഷ. ഞാൻ കൃപാസനത്തിൽ 2023 മാർച്ച് 11 വന്ന് ആദ്യം ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, എൻ്റെ 2ാമത്തെ മോൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി.
രാത്രി ആകുമ്പോൾ വല്ലാത്തൊരു പേടിയായിരുന്നു, ഉറങ്ങാനേ കഴിയുന്നില്ലായിരുന്നു. അങ്ങനെ ആ സമയത്ത് എൻ്റെ ആൻറ്റിയാണ് എന്നോട് വന്ന് പറഞ്ഞത്, ആലപ്പുഴയിൽ കൃപാസനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടെന്നും അവിടെ പോയി പ്രാർത്ഥിച്ചാൽ നിൻ്റെ അവസ്ഥ മാറുമെന്നും എന്നോട് പറഞ്ഞു. അതനുസരിച്ച് ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു. ഉടമ്പടി തൈലം നെറ്റിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ അവസ്ഥ എന്നിൽ നിന്ന് വിട്ടുമാറി. ആ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു, ഇത് ശരിയാവുകയാണെങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന്. കുറേ നാൾ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി, ഇത് എല്ലാവർക്കും ഡെലിവറി കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരവസ്ഥയാണ്, ഇത് സാക്ഷ്യം പറയേണ്ട കാര്യമൊന്നുമില്ലയെന്ന്. അങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെയും എനിക്ക് ഇതേ ഒരവസ്ഥ തന്നെ വന്നു. രാത്രിയാകുമ്പോൾ വല്ലാത്തൊരു പേടി, ഉറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ. ആ സമയത്ത് ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ ജപമാല റാലിക്ക് വന്ന് പങ്കെടുത്തുകൊള്ളാം, ഇവിടെ അൾത്താരയിൽ വന്ന് അമ്മയുടെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന്. അങ്ങനെ ഞാൻ ഇവിടുന്ന് ലഭിച്ച ഉടമ്പടി തൈലം നെറ്റിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. രാത്രിയിൽ കിടക്കുമ്പോൾ ബെഡിൽ ഉപ്പ് കൊണ്ട് കുരിശ് വരച്ചു പ്രാർത്ഥിച്ചു. അങ്ങനെ ആ അവസ്ഥ എന്നിൽ നിന്ന് പൂർണ്ണമായി മാറി. രണ്ടാമത്തെ ഒരു സാക്ഷ്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ സഹകരണ വകുപ്പിലാണ് ജോലി ചെയ്തു വരുന്നത്. എനിക്ക് വയനാട്ടിൽ നിന്ന് മലപ്പുറത്തേക്ക് ജോലി സ്ഥലമാറ്റം ലഭിച്ചു. ആ സമയത്ത് എനിക്ക് മക്കളെയും വീട്ടിലാക്കി പോകാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടിയിലൊരു നിയോഗം വെച്ചു. ജോസഫ് അച്ഛനെ കണ്ട് ബ്ലെസ് ചെയ്തു. അങ്ങനെ ഞാൻ മലപ്പുറത്തേക്ക് പോയി. അവിടെ ചെന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ട്രാൻസ്ഫറിന് റിക്വസ്റ്റ് കൊടുത്തു. 3 വർഷം കഴിയാണ്ട് ജോലി സ്ഥലമാറ്റം തിരികെ ലഭിക്കുന്നില്ല എന്നാണ് അറിയുന്നത്. ഞാൻ റിക്വസ്റ്റ് കൊടുത്ത ആ ഫോം രാവിലെ ഡെയിലി ബ്രെഡിൽ വെച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ കൃത്യം 1 വർഷമായപ്പം എന്നെ തിരികെ വയനാട്ടിലേക്ക് തന്നെ സ്ഥലം മാറ്റം നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. എൻ്റെ കൂടെ റിക്വസ്റ്റ് കൊടുത്ത ആൾക്കൊന്നും സ്ഥലമാറ്റം ലഭിച്ചില്ല. എനിക്ക് മാത്രമാണ് പരിശുദ്ധ അമ്മ സ്ഥലമാറ്റം നൽകി അനുഗ്രഹിച്ചത്. മൂന്നാമത്തെ ഒരു സാക്ഷ്യം പറയാനുള്ളത്, എൻ്റെ ചേച്ചിയുടെ ഒരു രോഗസൗഖ്യമാണ്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. ഉടമ്പടി എടുത്തെങ്കിലും ചേച്ചി ഉടമ്പടിയുടെ നിബന്ധനകൾ പൂർണ്ണമായി പാലിച്ചിരുന്നില്ല. ഞാനങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ, എൻ്റെ ചേച്ചിയെ ഒരു പൂർണ്ണ വിശ്വാസിയാക്കി മാറ്റണമെന്ന് മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ എൻ്റെ ഒരു ട്രെയിനിങ് സംബന്ധമായി ഞാൻ തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഒരു ദിവസം രാവിലെ അമ്മ എന്നെ വിളിക്കുകയാണ്. ചേച്ചി തലകറങ്ങി ബാത്റൂമിൽ വീണു, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണെന്ന്. ആ ടൈമിൽ ഞാൻ വിചാരിച്ചു സാധാരണ ഒരു തലകറക്കമായിരിക്കും, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പിന്നെ വൈകുന്നേരമായപ്പോൾ അമ്മ പറഞ്ഞു, ഫുഡ് ഇൻഫെക്ഷനാണ്, കാര്യങ്ങൾ കുറച്ച് ക്രിട്ടിക്കലാണ്, ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ ഡാമേജാണ്, ചേച്ചിയെ കൽപ്പറ്റയിൽ നിന്നും കോഴിക്കോടേക്ക് കൊണ്ടുപോവുകയാണ്. ഞാനപ്പോൾ പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മേ, ഞാനും ചേച്ചിയും വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം, ഒരു കുഴപ്പവും കൂടാതെ എൻ്റെ ചേച്ചിയെ തിരികെ ലഭിക്കണമെന്ന്. ഞാൻ ആ ട്രെയിനിങ് പൂർത്തിയാകാതെ പിറ്റേ ദിവസം രാവിലെ ഞാൻ കോഴിക്കോടേക്ക് പോയി. ഞാൻ പോകുമ്പോൾ ഉടമ്പടി തൈലവും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ കോഴിക്കോട് ചെന്നപ്പോൾ ചേച്ചി വെൻറ്റിലേറ്ററിലാണ്. ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ഉടമ്പടി തൈലം കൊടുത്തു. ചേച്ചിയെ അമ്മ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ചേച്ചി റിക്കവർ ആവാൻ തുടങ്ങി. 6 ദിവസം ഇന്ന് വെൻറ്റിലേറ്ററിൽ കിടന്ന ചേച്ചിയെ പിന്നെ റൂമിലേക്ക് മാറ്റി ദൈവം പൂർണ്ണമായൊരു സൗഖ്യം നൽകി. ഈ രോഗസൗഖ്യത്തെക്കുറിച്ച് ചേച്ചി പറയും. ആദ്യമായി പരിശുദ്ധ അമ്മയ്ക്കും യേശുക്രിസ്തുവിനും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് നിഷ. ഞങ്ങൾ വയനാട്ടിൽ നിന്ന് വരുന്നു പറഞ്ഞതാണല്ലോ. 2022 വരെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അത്യാവശ്യം വിശ്വാസവും ഞായറാഴ്ച പള്ളിയിലൊക്കെ പോയി അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. 2022 എനിക്ക് തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ബയോപ്സിക്ക് അയച്ചു. റിപ്പോർട്ട് പോസിറ്റീവായിരുന്നു. പോസിറ്റീവാണെന്ന് കേട്ടതേ ഞാൻ ആകെ തകർന്നു. കാരണം ഒരു തെറ്റും ചെയ്യാത്ത എനിക്കെന്തിനും ഇങ്ങനെ ദൈവം ഇങ്ങനെ ഒരു ശിക്ഷ എന്ന്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ വഴി നോക്കിക്കോളാം, എനിക്കിനി ദൈവമൊന്നും വേണ്ട, ഞാൻ ചികിത്സയ്ക്ക് പോയിക്കോളാം എന്നുള്ളൊരു രീതിയിൽ ഞാനും അങ്ങനെ പോയി. അങ്ങനെ ട്രീറ്റ്മെൻറ്റിന് പോയതോടുകൂടെ ഞാൻ ആകെ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ ഫുള്ള് ശരീരം മുഴുവൻ നീര് കയറി, ഒരു കണ്ണിനൊക്കെ ഒരു വര മാത്രമേ ഉണ്ടാവുള്ളൂ. ഓരോ ദിവസം ചെല്ലും തോറും ശരീരമൊക്കെ അങ്ങനെ വീർത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റില്ല.
അങ്ങനെ ഭയങ്കര ഒരു അവസ്ഥയിൽ ഞാൻ ബുദ്ധിമുട്ടുക. അപ്പം ബുദ്ധിമുട്ടുമ്പോൾ 2023 എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ആലപ്പുഴ ഒരു കൃപാസനം ഉണ്ട്, നീ ഒന്ന് വന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അതുവരെ കേട്ടിട്ടില്ല അങ്ങനെ ഒരു ഇതേക്കുറിച്ച്. ഞാൻ വന്നു, അമ്മയുടെ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉടമ്പടി എടുക്കാൻ പോകുന്നുണ്ട്. ഞാനും പോയി ഉടമ്പടി എടുത്തു. 90 ദിവസം ഇങ്ങനെ കറക്റ്റ് ദിവസം എണ്ണി ഞാൻ പ്രാർത്ഥിച്ചു. 90 ദിവസത്തോടെ സകല കാര്യവും ബ്രേക്ക് ചെയ്തു. അതിൻ്റെ ഇടയിൽ ഒന്ന് പത്രം കൊടുത്തു എന്നല്ലാതെ വേറെ ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിട്ടു. 2025 ഡിസംബർ ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ അസുഖം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടി. എനിക്ക് ജോലിക്ക് പോകുമ്പോഴോ ഒന്നിനും പറ്റുന്നില്ല, ഒരു ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല, ഇന്നിട്ട ഡ്രസ്സ് നാളെ ഇടാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ ബുദ്ധിമുട്ടി കേട്ടപ്പോൾ എന്നോട് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, നീ കൃപാസനത്തിൽ പോവാം, ഒന്ന് സാക്ഷ്യം പറയാമെന്നൊന്ന് നേർച്ച നേര് ഒന്ന് നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ വേഗം ഒരു നേർച്ച നേർന്നു. ആ നേർച്ച നേർന്നതോടെ അവിടെ വിടുകയും ചെയ്തു. രക്ഷപ്പെട്ടാ പറഞ്ഞാൽ മതിയല്ലോ, എന്തിനാ വെറുതെ പറയുന്നതെന്നുള്ളൊരു ചിന്തയായിരുന്നു. ഫെബ്രുവരി 2024 11-ാം തീയതി ഞാനൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് മാതാവിൻ്റെ അടുത്ത് പോയിട്ട് പറയുകയാണ്, മാതാവേ, ഇന്ന് 6 മണി എന്ന് പറയുന്ന ഒരു സമയമുണ്ടെങ്കിൽ ആ 6 മണിക്കകത്ത് എൻ്റെ വയറിൻ്റെ അസ്വസ്ഥതകൾ മുഴുവൻ മാറ്റിത്തരണം. കാരണം ഞാൻ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, എന്തിനാ ജീവിക്കുന്നത്, അത്രമേ ഞാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അതുകൊണ്ട് 6 മണി എന്ന് പറയുന്ന സമയമുണ്ടെങ്കിൽ ആ സമയത്തിനകത്ത് എനിക്ക് സുഖമാക്കി തരണമെന്ന് മാത്രം പറഞ്ഞിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോരാണ്. വൈകുന്നേരം ബാങ്കിലെ വർക്ക് ചെയ്യുന്നത്. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്യാഷൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ സ്വിച്ച് ഇട്ടതുപോലെ എനിക്കൊരു പനിയും ഒരു മേലുവേദനയും വിറയലും അങ്ങ് വന്നു. ഒരു രക്ഷയില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, നടക്കാൻ ഒന്നിനും വയ്യ. സമയം നോക്കുമ്പം കറക്റ്റ് 6 മണിയാണ്. അങ്ങനെ പുള്ളി അപ്പോൾ തന്നെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തൽക്കാലത്തേക്കുള്ള മരുന്നും തന്ന് ഞാൻ വീട്ടിൽ പോയി. ഒരു 9 മണിയായപ്പോഴത്തേക്കും വയറ്റുനോക്ക് ഛർദിയും തുടങ്ങി. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇന്ന് എൻ്റെ കൂടെ ഏതായാലും കിടക്കണ്ട, ഞാനിന്ന് തന്നെ കിടന്നോളാം, എന്തായാലും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ ഞാനിങ്ങനെ തനിയെ കിടന്നോളാം, നിങ്ങൾ പോയിക്കോ, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ അപ്പുറത്ത് പോയി കിടന്നു. അങ്ങനെ വയറ്റുനോക്ക് ഛർദിയും കൂടി 5 മണിയായപ്പോഴത്തേക്കും ഞാൻ ബോധം കെട്ട് വീണു. അവർ അപ്പോഴേ ഒച്ച കേട്ട് വന്നു. വേഗം കൽപ്പറ്റ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ICUലായിരുന്നു. BP ഡൗൺ ആവുകയാണ്, ഒരു വിധത്തിലും അപ്പാവുന്നില്ല. കാലിൻ്റെ തൊട ഞരമ്പ് മുറിച്ച് 4 സ്റ്റെപ്പ് ഇട്ടിട്ടും BP അപ്പാവുന്നില്ല. അതായത് ഒരു മരിച്ച കണ്ടീഷൻ. അവിടുന്ന് പറഞ്ഞു, ഒരു രക്ഷയില്ല, വേഗം മിംസിൽ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോയിക്കോ. അങ്ങനെ നേരെ മിംസിലേക്കാണ് കൊണ്ടുപോയി. മിംസിൽ പോയപ്പോഴും ഡോക്ടർമാർ പറഞ്ഞു ഒരു രക്ഷയില്ല, 15% എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്കില്ല. അതായത് ആൾ മരിച്ചു, ഇതിനകത്ത് ഒരു മെഡിസിൻ ഒന്നും കയറ്റാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് എൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസ് ഒന്നുമില്ല, വർക്കിംഗ് ഇല്ല. അറ്റാക്ക് 2 എണ്ണം വന്നു, ഒരു രക്ഷയില്ല. അറ്റാക്ക് ആൻജിയോ ചെയ്യണമെങ്കിൽ മെഡിസിൻ കയറില്ല, അതേപോലെ CT സ്കാൻ ചെയ്യണമെങ്കിൽ അതിന് മെഡിസിൻ ചെയ്യാൻ പറ്റില്ല. ഒരു മരിച്ച ഒരാളുടെ ശരീരത്തിലേക്ക് എങ്ങനെയാണ് മരുന്ന് കയറ്റുന്നത് എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞു, വരുന്നത് പോലെ വന്നോട്ടെ, എനിക്ക് എന്തായാലും എനിക്ക് അവളെ തിരിച്ചു തരണമെന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ ഈ സമയത്ത് ഞാൻ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു ചെറിയൊരു ബോധത്തോടുകൂടെ എന്നെ ഇങ്ങനെ കുറച്ച് മാലാഖമാരിങ്ങനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. കൂട്ടിക്കൊണ്ട് പോയിട്ട് അവരിങ്ങനെ വർത്താനം പറയുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു വിചാരണ എന്ന് പറയാം, വിചാരണയ്ക്ക് എന്നെ നിർത്തിയിരിക്കുകയാണ്. ഒരാൾ പുറംതിരിഞ്ഞ് ഒരു ബുക്കും പിടിച്ചുകൊണ്ട് ഒരാൾ പുറംതിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഒരു വശത്ത് ഇടതുവശത്ത് നിന്ന് എൻ്റെ ദോഷം, ഞാൻ ചെയ്ത കുറ്റങ്ങളാണ് പറയുന്നത്. 1-ാമത്തെ കുറ്റം എന്ന് പറയുന്നത് 2.5 മാസമായി കുമ്പസാരിച്ചിട്ട് നേർച്ചക്കടങ്ങൾ കുറേ വീട്ടാനുണ്ട്. ഈ 2 കുറ്റമാണ് മെയിനായിട്ട് എടുത്തെടുത്ത് പറയുന്നത്. ഞാൻ വിചാരിച്ചു, എന്താ കാര്യം, എന്തായാലും ഞാൻ മരിച്ചു, തീരുമാനമായി. ഇപ്പുറത്തുനിന്ന് പറയുന്നുണ്ട്, ഇല്ല അവൾ കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന്. 2 സൈഡിൽ നിന്ന് ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പം പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്, ഇല്ല സമയമായിട്ടില്ല, അവൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട്. ആ ശബ്ദം വന്നതേ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരാം. ഞാൻ ശ്വാസം വിട്ടു. അതുവരെ ഞാൻ ശ്വാസം ഇല്ലാണ്ട് ഇങ്ങനെ എയറിൽ നിൽക്കുക. ഞാൻ ശ്വാസം വിട്ടു. പിന്നെ ഇത് കഴിഞ്ഞതോടുകൂടെ മെഡിസിൻ എല്ലാം പെട്ടെന്ന് കയറാൻ തുടങ്ങി. CT സ്കാൻ ചെയ്തപ്പോൾ ഫുഡ് ഇൻഫെക്ഷൻ ആണെന്ന് മനസ്സിലായി. കൊളൈറ്റിസ് ആയി. ഡോക്ടർമാർക്ക് പോലും അത്ഭുതകരമായ രീതിയിലാണ് എൻ്റെ ഒരു റിക്കവറി അവിടെ നടന്നത്. ഇങ്ങനെയൊരു പ്രശ്നമുള്ള ആളാണ് ഞാൻ അവിടുന്ന് പോകുന്നത്, അങ്ങനെ അവിടെ വന്നതെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഞാൻ തിരിച്ചു വന്നിരുന്നത്. കാരുണ്യപ്രവർത്തികൾ അന്നും ആര് മുന്നിൽ വന്നിരുന്നാലും വെറും കൈയോടെ ആരെയും പറഞ്ഞു വിടാറുണ്ടായിരുന്നില്ല. അത് വലിയൊരു അനുഗ്രഹം. എൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് അവിടുന്ന് ദൈവം പറഞ്ഞതും അത് തന്നെയാണ്. ഇന്നിപ്പം ഞാൻ സത്യം പറഞ്ഞാൽ പഴയത് ഞാൻ എന്തായിരുന്നോ അതിൻ്റെ നേരെ വിപരീതമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം അന്ന് ഒരു ബൈബിളിൻ്റെ അടുത്തുനിന്ന് ഒരു വരി പോലും വായിക്കുകയോ ഒരു കുടുംബ പ്രാർത്ഥനയോ പോലും ഇല്ലാതിരുന്ന ഞാനിന്ന് ബൈബിൾ വായിക്കുകയും ഒരു ദിവസം പോലും കുടുംബ പ്രാർത്ഥന മുടക്കുകയോ, എൻ്റെ കുടുംബത്തിലും എല്ലാവരും ആ രീതിയിലേക്ക് ആത്മീയമായി ഒരുപാട് വളർന്നിട്ടുണ്ട്. മാതാവിന് ഒരുപാട് നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് കൃപാസനം പത്രം ഗവൺമെൻറ് ആശുപത്രിയിൽ കൊടുക്കും, ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിൽ കൊടുക്കും. അനുയോജ്യമായ കൈകളിലേക്ക് ഈ പത്രം
എത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത്. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോയി രോഗികളെ കാണും. എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ടോ അത് ഞാൻ അവർക്ക് കൊടുക്കും. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആത്മീയമായി ഒരുപാട് വളർന്നു. ഓരോ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളും എന്നെ രാത്രിയിൽ അമ്മ സ്വപ്നത്തിൽ കാണിച്ചു തരും. പ്രധാനപ്പെട്ട എന്ത് കാര്യം നടക്കുമ്പോഴും എന്നെ കാണിച്ചു തരും. കുടുംബ പ്രാർത്ഥന ഞാൻ മുടക്കാറില്ല. ദിവ്യബലിയിൽ ഞാൻ പോകും. ഏതെങ്കിലും ഒരു ദിവസം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ മനസ്സിന് വല്ലാത്തൊരു വേദനയാണ്. അതുകൊണ്ട് ഞാൻ അധികം മുടക്കാതെ ഞാൻ ദിവ്യബലിയിൽ പങ്കെടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും